നമസ്കാരം. വയനാട് കോൺക്ലേവിനെ തുടർന്നുള്ള കലഹത്തിൽ കെ സുധാകരന് തിരിച്ചടി. വി ഡി സതീശന്റെ സർക്കുലറിന് ഹൈക്കമാൻഡിന്റെ അംഗീകാരം. മിഷൻ 2025 അങ്ങനെ സതീശന്റെ കൈവെള്ളയിലായി. നാളെ മുതൽ DCC തലയോഗങ്ങളിൽ സതീശനെത്തും മിഷൻ നടപ്പാക്കാൻ. മലപ്പുറത്താണ് അതിന് തുടക്കം. ഓൺലൈൻ യോഗം വിളിച്ച പ്രസിഡന്റും അതിൽ പങ്കെടുത്ത് പരിഭവം പറഞ്ഞ KPCC ഭാരവാഹികളും ഏത് ലൈൻ സ്വീകരിക്കും? സതീശന്റെ മുന്നിൽ സമ്പൂർണ്ണ കീഴടങ്ങലോ KPCCയുടെ മുന്നിൽ ഇനിയുള്ളത്? ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. VDയുടെ വരുതിയിലോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ N. ശ്രീകുമാർ, BJP വക്താവ് നാരായണൻ നമ്പൂതിരി, CPM സഹയാത്രികൻ റിജി ലൂക്കോസ്, അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടിയും ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരും. ആദ്യം ശ്രീ N. ശ്രീകുമാർ, എങ്ങനെയാണ് ഹൈക്കമാൻഡ് ഈ പ്രതിസന്ധി പരിഹരിച്ചത് എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? വേണുവിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ഇത് കേൾക്കുന്ന കോൺഗ്രസ്സുകാർക്കൊരു ഞെട്ടൽ സംഭവിക്കും. VDയുടെ വരുതിയിലോ കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ചോദ്യം തന്നെ എന്നോട് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് ഈ പ്രതിസന്ധി പെട്ടെന്ന് പരിഹരിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് വലിയൊരു കോലാഹലം ഈ കോൺഗ്രസ്സിൽ നടന്നു എന്നൊരു തോന്നൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളത് സത്യമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം വയനാട് നടന്ന എക്സിക്യൂട്ടീവ് ക്യാമ്പ്, കോൺഗ്രസിൻ്റെ എക്സിക്യൂട്ടീവ് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ടാണ്, രണ്ടാമത്തെ ക്യാമ്പാണ് നടക്കുന്നത്. ആ എക്സിക്യൂട്ടീവ് ക്യാമ്പിലെ തീരുമാനങ്ങൾ നടപ്പാക്കാനായിട്ട് VD സതീശനോട് AICCയുടെ ഭാരവാഹികളായ KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും നിർദ്ദേശിച്ചിരുന്നു. അത് KPCC പ്രസിഡൻ്റ് അറിവോടെയൊക്കെ തന്നെയാണ്, അതൊരു രഹസ്യ തീരുമാനമല്ല. പക്ഷേ പിന്നീട് അതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചില സന്ദേശങ്ങളൊക്കെ വന്നപ്പോൾ കോൺഗ്രസ്സിലെ ചില നേതാക്കൾക്ക് അവരുടെ അധികാരത്തിന് മേൽ മറ്റൊരു ശക്തി വരുന്നു എന്നൊരു ശങ്ക വന്നു. അതിൽ നിന്ന് ഉടലെടുത്ത, ആ സംശയത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു കാര്യമാണത്. അത് പക്ഷേ ആ രീതിയിൽ അവസാനിപ്പിക്കുന്നതിന് പകരം ചില തെറ്റായ വാർത്തകൾ മാധ്യമങ്ങൾക്ക് കൊടുത്ത് അത് പർവ്വതീകരിക്കാനായിട്ട് ശ്രമിച്ചു. അവരെ കണ്ടെത്താനാണ് ഇപ്പോൾ AICCയുടെ തീരുമാനം. കണ്ടെത്തുക എന്ന് വെച്ചാൽ കണ്ടെത്തി ഉടൻ തന്നെ വാളെടുത്ത് വെട്ടി അങ്ങനെയൊന്നുമല്ല. കണ്ടെത്തിയിട്ട് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കും. ആ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം അവിടെ തീരും. KPCC പ്രസിഡന്റ് ഈ കാര്യത്തിലുള്ള റോൾ എന്താണ്? അതുമായി ബന്ധപ്പെട്ട് എന്താണ് AICC നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ? അല്ല, KPCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന കോൺഗ്രസിൻ്റെ എക്സിക്യൂട്ടീവ് ക്യാമ്പിൻ്റെ തീരുമാനമാണത്. ഈ തീരുമാനം എന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു വാക്കാലുള്ള ധാരണയാണ് ഇതൊക്കെ ഏൽപ്പിക്കുന്നത്. അല്ലാണ്ട് മറ്റു പാർട്ടികളെ പോലെ ഒരു തീരുമാനമെടുത്ത് എഴുതി KPCC പ്രസിഡന്റ് VD സതീശന് കൊടുക്കുകയല്ല. ഇങ്ങനൊരു ധാരണയുണ്ടാക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളൊക്കെ പല രീതിയിൽ പ്രവർത്തകരെയും ജനങ്ങളെയും മറ്റു സംവിധാനങ്ങളെയും ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ അവസ്ഥയിൽ ഏതാണോ കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത് അത് കോൺഗ്രസ് അംഗീകരിക്കും. അതുകൊണ്ട് അത് മുൻകാലങ്ങളിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് ആ ഒരു റോൾ ഉണ്ടായിരുന്നു. അത് കരുണാകരന്റെ കാലത്ത് ഉണ്ടായിരുന്നു. കരുണാകരൻ നിങ്ങൾക്ക് അറിയാമല്ലോ. KPCC ശ്രീകുമാർ, ഇവിടെ ഇപ്പോൾ VD സതീശൻ പദവികളൊന്നും ഇല്ലാത്തയാളല്ല. VD സതീശൻ കോൺഗ്രസിനെ സംബന്ധിച്ച് CLP ലീഡറാണ്, പ്രതിപക്ഷ നേതാവാണ്, UDFന്റെ ചെയർമാനാണ്. ഇത്രയും പദവികൾ അദ്ദേഹത്തിനുണ്ട്. അതുകൂടാതെ ഈ മിഷൻ 2025 അദ്ദേഹം തന്നെ നിർവഹിച്ചാലേ ഫലപ്രദമാകൂ എന്നെങ്ങനെയാണ് ഒരു പാർട്ടി കരുതുന്നത്? ഇപ്പോൾ നിർണായകമായ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രധാനപ്പെട്ട പദവി കൊടുക്കുകയുണ്ടായി കേന്ദ്ര നേതൃത്വം ഇടപെട്ട്. ഉമ്മൻചാണ്ടി അതുവരെ ഒരു പദവിയും ഏറ്റെടുക്കുന്നുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചുമതലയിലേക്ക് ഉമ്മൻചാണ്ടിയെ നിയോഗിക്കുന്നത്. ഉമ്മൻചാണ്ടി ഇപ്പോൾ പദവികളില്ലാതിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന പാരമ്പര്യം എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടൊരു ചരിത്രമാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് അത് ഒരു പദവിയായി നൽകുമ്പോൾ, ഒരു ചുമതലയായി നൽകുമ്പോൾ എല്ലാ തരത്തിലും പാർട്ടിയുടെ പ്രവർത്തകർ മുതൽ നേതാക്കന്മാർ ഒന്നടങ്കം അത് മനസ്സാ സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കാതിരിക്കുന്നു ഒരു തീരുമാനം കൊണ്ട് എങ്കിൽ അതിൽ സതീശനും പരിശോധിക്കേണ്ട ഘടകങ്ങളില്ലേ? അല്ല, വേണു എങ്ങനെ മനസ്സിലാക്കിയത്? അതായത് അങ്ങനെ സംഭവം ഇല്ലല്ലോ. കാരണം ചില നേതാക്കൾക്കിടയിലാണ്. VD സതീശനെ കേരളത്തിലെ എല്ലാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അതുപോലെ മധ്യനിര നേതാക്കളും അംഗീകരിക്കുന്നുണ്ട്.
ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ചില രണ്ടാം നിരയിലുള്ള ചില നേതാക്കൾ, ചില KPCCയുടെ നേതാക്കളൊക്കെ അതിൽ ചില തർക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഇതാണ്. ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ ഒരു ജില്ലയിലെ ഒരു KPCC ജനറൽ സെക്രട്ടറിയുടെ ചുമതലയായിരിക്കും. ആ KPCC ജനറൽ സെക്രട്ടറിയേക്കാൾ ആ ജില്ലയുടെ മേൽനോട്ടം വഹിക്കാൻ ഉചിതനായ ഒരാൾ ഒരു പ്രമുഖനായ നേതാവാണെന്ന് വെച്ചാൽ ആ നേതാവിൻ്റെ ചാർജ് കൊടുക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം കാണാൻ പോകുന്ന പാലക്കാടും ചേലക്കരയാണ്. മുമ്പ് പാലത്തൂർ സംഭവിച്ചത് അതാണ്. കാരണം ഉത്തരവാദിത്വം ഏറ്റെടുത്ത KPCC ഭാരവാഹികൾ ഉണ്ടായിരുന്നില്ല. KPCC ഭാരവാഹികൾക്ക് ഒരു സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് വേണം. അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയ ഒരു ഘട്ടം ശ്രീകുമാർ, ഇപ്പൊ ഈ മിഷൻ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണല്ലോ. അതിന് മുൻപ് നടക്കേണ്ടതാണല്ലോ നിർണായകമായ 2 ഉപതെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന നിയമസഭയിലേക്ക്, പിന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും. വയനാടിന്റെ കാര്യം പോട്ടെ. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ചുമതല ഇപ്പോൾ KPCC അധ്യക്ഷൻ KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൽ മുത്തലിബിനും V ബാബുരാജിനും നൽകിയിരിക്കുന്നു. ചേലക്കര KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, ജനറൽ സെക്രട്ടറി PM നിയാസ് എന്നിവർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഇവര് വിചാരിച്ചാൽ നടപ്പാകുമോ, അതോ അതിനും സതീശന്റെ ഒരു മിഷൻ വരേണ്ടി വരുമോ? അങ്ങനെ വിലയിരുത്തലുണ്ടോ? അവർക്ക് ചുമതലയാണ്. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചാണ് വേണു, ചുമതലയാണ്, മേൽനോട്ടം വേറെയാണ്. അതായത് KPCC ജനറൽ സെക്രട്ടറിമാർക്ക് കൊടുത്ത ചുമതലകൾ യഥാവിധി നിർവഹിക്കുന്നുണ്ടോ എന്നറിയാൻ മുതിർന്ന നേതാവ് മേൽനോട്ടം വഹിക്കും. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാവാം, MM ഹസനാവാം, KC ജോസഫാകാം, ആര് വേണമെങ്കിലാവാം. അങ്ങനെയുള്ള നേതാക്കൾക്ക് ഇത് കൊടുക്കുമ്പോൾ അത് തങ്ങൾക്ക് എതിരായ തങ്ങളുടെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ഏതോ ചില നേതാക്കൾ ചിന്തിച്ചു പോയി. അവരുടെ ഒരു അവരുടെ ഒരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സംഭവിച്ചത്. കാരണം തെറ്റായ വാർത്തകൾ വന്നു, ശരിയായ വാർത്തകൾ വന്നോട്ടെ കുഴപ്പമില്ല. കാരണം കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ശരിയായ വാർത്തയും തെറ്റായ വാർത്തയും ഒക്കെ നമ്മെ സംബന്ധിച്ചത് ഒരു പുതിയ അനുഭവമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരുപാട് ഗൗരവത്തോടെ നാം ആലോചിക്കേണ്ടതുമില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് സതീശൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മിഷൻ ഇമ്പോസിബിളും സതീശന് മാത്രം മിഷൻ പോസിബിളുമായിരിക്കുന്ന ഒരു പ്രത്യേകമായ പ്രതിഭാസമാണോ കേരള രാഷ്ട്രീയം? ഒരിക്കലുമല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വേണുവിന് നമുക്ക് നിരീക്ഷിച്ചറിയാം. അവരുടെ സുൽത്താൻ ബത്തേരി 2 ദിവസം നടന്ന അവരുടെ എക്സിക്യൂട്ടീവിലും രാഷ്ട്രീയകാര്യ സമിതിയിലും VD സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. VD സതീശൻ ഇതുവരെ അതിനെതിരെ രംഗത്ത് വന്നിട്ടില്ല, അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. കുറെ കോൺഗ്രസിന്റെ വക്താക്കൾ നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ, KPCC നടക്കുന്നത് എന്താണെന്നുള്ളത്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റത്തില്ല, അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കോൺഗ്രസിലെ KPCC ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവിടെ എന്ത് ദുരൂഹതയാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? വളരെ പ്രതിച്ഛായുള്ള AK ആന്റണിയെ, ചെറിയാമ്പലിനെ പോലെ ഉള്ളവർ ആ പാർട്ടിയുടെ ഓഫീസിൽ എല്ലാ ദിവസവും വരുമ്പോൾ എന്ത് ദുരൂഹത അവിടെ നടക്കുന്നത്? അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യമായി കഴിഞ്ഞു. ഞാൻ ഇനിയിപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഒന്ന് പ്രതികരിച്ചിട്ട് ഞാൻ ഈ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരാം. രമേശ് ചെന്നിത്തല മുറിവേറ്റ ഒരു കോൺഗ്രസിന്റെ സമര നേതാവാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയുടെ ചുമതലയുണ്ട്. ആ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തലയെ മുൻ പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ഒരു 25 നേതാക്കളിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ രമേശ് ചെന്നിത്തലയാകും. ഈ VD സതീശനൊക്കെ എത്ര ജൂനിയറാണ്. അദ്ദേഹത്തിന് കോഴിക്കോട് കോർപ്പറേഷന്റെ ചുമതല നൽകി അദ്ദേഹത്തിന് ഒതുക്കിയിരിക്കുക. എന്തൊരു വിരോധാഭാസമാണ്. അങ്ങനെ പല നേതാക്കന്മാരെയും. അതുകൊണ്ട് മിഷൻ 25 എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ ചുമതല VD സതീശനാണ്. വലിയ കലാപത്തിലേക്ക് അല്ല, ഞാനതിന് പറഞ്ഞല്ലോ, VD സതീശൻ എന്ന് പറയുന്നതാണ് രമേശ് ചെന്നിത്തല തമ്മിൽ നോക്കിയത്. ഞാൻ അതിന് അത്ര കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞത്. രമേശ് ചെന്നിത്തല എത്രയോ സീനിയർ ആയിട്ടുള്ള ദേശീയ നേതാവാണ്. രമേശ് ചെന്നിത്തല NSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രസിഡന്റും AICC ജനറൽ സെക്രട്ടറിയുമായിരുന്ന സമന്വിതനായ നേതാവിനെ ഈ രീതിയിൽ ഒതുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് എങ്ങനെയാണ് VD സതീശന് രമേശ് ചെന്നിത്തല ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്? കോൺഗ്രസ് പാരമ്പര്യത്തിൽ ശ്രീകുമാർ സാറിന് നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ കോൺഗ്രസിലെ തന്നെയുമല്ല, ഈ VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം നേരിടുന്ന ഒരു പ്രശ്നം എന്താ പറയുക? ഇപ്പൊ താൽക്കാലികമായ വെടിനിർത്തലിന് വേണ്ടിയിട്ട് അവർ ശാസന കൊടുത്തിട്ടുണ്ട് എങ്കിലും VD സതീശനായി 22 MP-മാർ 20 പേരുടെ MLA-മാരെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല. അദ്ദേഹം കണ്ടോൺമെന്റ് ഹൗസ് കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കുന്നതിന് താമസം വന്നു. 2 പേരുടെ മാത്രം ബന്ധമുള്ള VD സതീശനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാക്കിയതാരാ? അത് സാക്ഷാൽ KC വേണുപോലെ. അദ്ദേഹത്തിന് ഭാവി ലക്ഷ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാരനായ ജൂനിയറായ VD സതീശനെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ കാരണം താൻ പറയുമ്പോൾ മാറി നിന്നോളുന്നുള്ളൊരു പ്രതീക്ഷയില്ല. പക്ഷേ KC വേണുഗോപാലിനെ പോലും തകർത്തുകൊണ്ട് ഇദ്ദേഹം മുൻപിൽ കയറാനുള്ള ശ്രമം നടത്തി. ഏകപക്ഷീയമായ പ്രസ്താവനകൾ, KPCC പ്രസിഡന്റിനെ പോലും അവഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ BJP-യോട് 1% പോലും BJP-ക്കെതിരെ ഒരു വാക്ക് പറയാത്ത രീതിയിൽ കേരളത്തിലെ നല്ല കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായ അതൃപ്തി അവിടുന്ന് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഈ നാടകത്തിനെല്ലാം പിന്നിൽ
ഇദ്ദേഹത്തിന് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണെന്ന് ബോധ്യമുള്ള KC വേണുഗോപാൽ തന്നെയാണ് അപ്രതീക്ഷിതമായിട്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആ കാലാവധിക്ക് മുമ്പ് തന്നെ, അതായത് മാറ്റി നിർത്തിയ കാലാവധിക്ക് മുമ്പ് തന്നെ വീണ്ടും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാരാ? സാക്ഷാൽ KC വേണുഗോപാലാണ്. അന്ന് മുതലേ VD സതീശൻ അറിയാം തന്റെ സ്ഥാനത്തിന് ഇതുണ്ടാവും. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസുകാരിൽ 90% VD സതീശനെതിരാണ്. കാരണം VD സതീശൻ അവരെ എല്ലാം വെട്ടിനിർത്തി. ഇപ്പൊ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചോട് പറഞ്ഞല്ലോ. ഒരു വാക്ക് ഞാൻ പറയാം. KPCC അല്ല, പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കൃത്യം 3 മാസമായപ്പോൾ അന്നത്തെ ഒരു MLA മാത്രമായിരുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് എന്തോ ഒരു അഭിപ്രായം പറഞ്ഞു പാർട്ടിയെ കുറിച്ച്. ഈ VD സതീശൻ എറണാകുളത്ത് വെച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞ എന്താ, ആരും കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായം പറയണ്ട, അതിന് ഞാനും KPCC പ്രസിഡന്റ് താക്കീത് കൊടുത്തു. അതാണ് VD സതീശന്റെ അപ്രമാദിത്വം എന്ന് പറയുന്നത്. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ഒറ്റ കാര്യം പറയാൻ അനുവദിക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത പറയാം. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം 2019 ലോക്സഭയിൽ അവരുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുക. പക്ഷേ മധ്യവർന്ന ചില കോൺഗ്രസ്സുകാര് ഈ കോൺഗ്രസിന്റെ സൈബർ സെല്ലും ഇന്ന് കോൺഗ്രസിന്റെ ബാധ്യതയായിരിക്കുക. അതിന്റെയൊക്കെ നേതൃത്വത്തിൽ ആരാണെന്നുള്ളവരും മാന്യരായ കോൺഗ്രസ്സുകാർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിനെ പിടിച്ചെടുക്കാൻ ഇവിടെ ഒരു ഘട്ടത്തിൽ മുഴുവൻ നാം കണ്ടിരുന്നത് സതീശൻ പറയുന്ന എന്താണ്, സംഘടനാ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, അത് പറയാൻ പ്രസിഡന്റ് ഉണ്ട്, പാർലമെന്ററി പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എന്നോട് ചോദിക്കുക. അങ്ങനെ എത്ര വട്ടം നാം കണ്ടിട്ടുള്ളതാണ് സതീശന്റെ ആ വേർതിരിവിനെ ആദരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. ഇപ്പോൾ അത് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് മാത്രവുമല്ല, അതിന് ഈ പറയുന്ന ഹൈക്കമാൻഡിന്റെ തന്നെ പിന്തുണ അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ അകമഴിഞ്ഞ പിന്തുണ എന്തുകൊണ്ട് കിട്ടുന്നു? ഒരു പ്രസിഡന്റ് ഉണ്ട് ഇവിടെ KPCCക്ക്, ഒന്നിലധികം വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. ഇനി വർക്കിംഗ് പ്രസിഡന്റുമാരും വർക്ക് ചെയ്യാത്തൊരു പ്രസിഡന്റുമാണ് ഉള്ളത് എന്നാണ് ഹൈക്കമാൻഡിന്റെ ബോധ്യമെങ്കിൽ അതിലൊരു മാറ്റമാണ് വരുത്തേണ്ടത്. അതല്ലാതെ പ്രതിപക്ഷ നേതാവിനെ ഈ രൂപത്തിൽ പാർട്ടിയുടെ കൂടി അന്തിമ വാക്കാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് വയനാട് കോൺക്ലേവ് എത്തിയത്? അല്ല, അത് പ്രധാനപ്പെട്ട കാരണം ഇവിടെ KPCC അധ്യക്ഷൻ K സുധാകരന് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒന്ന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മുമ്പൊക്കെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണോ എല്ലാ KPCC പ്രസിഡന്റുമാരും പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ അദ്ദേഹത്തിന് അത്യാവശ്യ സന്ദർഭങ്ങളിൽ പോലും തിരുവനന്തപുരത്ത് ഒരു പരിപാടി ഇല്ലെങ്കിൽ അദ്ദേഹം വരുന്നില്ല. അപ്പോൾ ഈ അവിടെ MM ഹസനും ചെറിയാൻ ഫിലിപ്പും AK ആൻ്റണിയൊക്കെ അല്ലെങ്കിൽ അവിടെ സംഘടനാ ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണനും ഒക്കെ മാത്രം ഇരിക്കുന്ന ഒരു ഓഫീസായി മാറുന്ന ഒരു കാഴ്ചയുണ്ട്. വർക്കിംഗ് പ്രസിഡന്റുമാരാരും തിരുവനന്തപുരത്തില്ല. പണ്ടാണെങ്കിൽ എറണാകുളത്ത് KPCC ഓഫീസുണ്ട്, ഇപ്പോൾ അതില്ല. ഇപ്പോൾ ആ കെട്ടിടം മാടപ്പറമ്പിൽ കെട്ടിടമൊക്കെ അന്യാധീനപ്പെട്ടു പോയി. ഇപ്പോൾ തിരുവനന്തപുരത്ത് പണ്ട് എനിക്ക് തോന്നുന്നു ഏതോ നമ്മുടെ കുറുപ്പ് മന്ത്രിയുടെ വീട് ഒഫീഷ്യൽ ബംഗ്ലാവായിരുന്ന വീടാണ് ഇപ്പോൾ അവിടെ ഇന്ദിരാഭവൻ എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഓഫീസിൻ്റെ ഒരു കാര്യം അവിടെയൊക്കെ ഇടയ്ക്ക് പോയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അവിടെ ശരിക്കും ഒരു ഈ അടുത്താണ് അവിടെ CPMൻ്റെ ഒരു ആക്രമണം ആ ഓഫീസിനെതിരെ ഉണ്ടായത്. അത് ശരിക്കും ഒരു പാർട്ടിയുടെ സംസ്ഥാനതല ഓഫീസ് എന്ന രീതിയിൽ നോക്കിയാൽ വളരെ മോശം അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, പാർട്ടിയുടെ ചുക്കാൻ പിടിക്കാൻ ശ്രീ K സുധാകരനെ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പല തീരുമാനങ്ങളും TU രാധാകൃഷ്ണൻ്റെ കൈപ്പടയിൽ അല്ലെങ്കിൽ സിഗ്നേച്ചർ വെച്ച് ഇറങ്ങുന്നുണ്ടെങ്കിലും അതെങ്ങനെ വരുന്നുവെന്ന് പാർട്ടിയിലെ ആൾക്കാർക്കും സുധാകരൻ ഉൾപ്പെടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതെങ്ങനെ ഉണ്ടായി. അപ്പോൾ ചിലതൊക്കെ മുൻകാല തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ 3 മണ്ഡലം പ്രസിഡന്റുമാർ എങ്ങനെയാണ് മാറിയത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അത് 3 പേരും ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാറ്റാമെന്ന മുൻ ധാരണയുണ്ടായിരുന്നു. 3 കോൺഗ്രസ് നേതാക്കൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോസി സെബാസ്റ്റ്യനും അജീസ് ബെന്നും പറഞ്ഞ 3 മണ്ഡലം പ്രസിഡന്റുമാരെയാണ് വെച്ചിരുന്നത്.
അവരെ മാറ്റാമെന്ന മുൻധാരണ പ്രകാരമാണ് മാറ്റിയത് എന്നൊക്കെയാണ് പല ഗ്രൂപ്പുകാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഇതെല്ലാം അല്ലല്ല, മറ്റൊരു വർക്കിംഗ് വിവാദമായ പ്രസിഡന്റ് ആണല്ലോ കൊടിക്കുന്നിൽ സുരേഷ് പറയുകയായിരുന്നു ഈ മാവേലിക്കരയിൽ എത്രമാത്രം വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്, ചങ്ങനാശ്ശേരിയിലെ ഭൂരിപക്ഷം കൊണ്ടാണ് അതിജീവിക്കാൻ കഴിഞ്ഞത്, അതിൽ ഈ 3 മണ്ഡലം പ്രസിഡന്റുമാരുടെ പ്രവർത്തന മികവ് വളരെ പ്രധാനമായിരുന്നു, അവരെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്തു മാറ്റുകയാണ് എന്ന്. അപ്പോൾ പ്രസിഡന്റിനെ സഹായിക്കാൻ ഈ പറയുന്ന വർക്കിംഗ് പ്രസിഡന്റുമാരുടെ ഒരു നിര, എന്നിട്ട് വർക്കിംഗ് പ്രസിഡന്റ് തന്നെ അത്ഭുതപ്പെടുകയാണ് ഈ തീരുമാനം എങ്ങനെ വന്നുവെന്ന്. അത് ആരെടുത്ത തീരുമാനമാണ് എന്ന് വിശദീകരിക്കാൻ പ്രസിഡന്റിന് കഴിയാതെ വരികയാണ്. ഇതിനെല്ലാമുള്ള ഒറ്റമൂലിയുടെ പേരാണോ വി ഡി സതീശൻ? അതാണ് ഇതുപോലെ തന്നെ അവിശ്വസനീയവും ഇതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ യുക്തിഭദ്രമാണ് എന്ന് തോന്നുകയും ചെയ്യാത്ത മറ്റൊരു തീരുമാനം. നമ്മൾ ഒരു വശം മാത്രമല്ലല്ലോ പരിശോധിക്കേണ്ടത്. ഇപ്പൊ സുധാകരന് എന്തെങ്കിലും അനാരോഗ്യമുണ്ട്, അല്ലെങ്കിൽ സുധാകരൻ കാര്യങ്ങൾ അറിയുന്നില്ല എങ്കിൽ വി ഡി സതീശൻ എന്ന നിർമ്മിത ബുദ്ധിയെ KPCC-യിലേക്ക് ഇറക്കിക്കൊണ്ട് സുധാകരന് പകരമായി മറ്റൊരു രൂപമായി അദ്ദേഹത്തിന്റെ ബുദ്ധി പ്രവർത്തിക്കട്ടെ, ഇങ്ങനെ തീരുമാനിക്കുകയാണോ വേണ്ടത് ഹൈക്കമാൻഡ്? അല്ല, ഞാൻ സതീശന്റെ ഏതെങ്കിലും ഉള്ള അധികാര കൈകടത്തലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്കാൾ വലുതായി സ്വയം അങ്ങനെ ഭാവിക്കുന്ന കാര്യങ്ങളെയൊന്നും ഞാൻ അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ KPCC അധ്യക്ഷന് പൂർണ്ണ തോതിൽ അദ്ദേഹത്തിൻ്റെ അതോറിറ്റി, അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവിയുടെ ഒരു പ്രസക്തി പൂർണ്ണമായി അത് പാർട്ടിയിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയാത്തതാണ്. ഒന്ന്, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റല്ല, അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന് പറഞ്ഞപ്പോൾ സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, എല്ലാ ഗ്രൂപ്പ് നേതാക്കളും ഒന്നിച്ച് എതിർത്തു, അദ്ദേഹത്തോട് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാം അദ്ദേഹത്തെ പിന്തുണയ്ക്കാം എന്ന് പിന്തുണച്ച് ഒരു നോമിനേറ്റഡ് പ്രസിഡന്റായി അദ്ദേഹം മാറി. ഈ വർക്കിംഗ് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ വേണുവിനറിയാം, ഈ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ KPCC-യുടെ ഒരു ബൈലോ പ്രകാരവും ഉള്ള ഒരു പോസ്റ്റ് അല്ല അത്. ഈ പ്രസിഡന്റ് കഴിഞ്ഞാൽ വർക്കിംഗ് പ്രസിഡന്റ് അങ്ങനെയല്ല. ശരിക്കും ഈ പ്രസിഡന്റിന്റെ ഉത്തരവുകളെല്ലാം സംഘടനാ ജനറൽ സെക്രട്ടറി വഴിയാണ് പുറത്തു വരുന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടൊരു കൺസൾട്ടേഷൻ ഇല്ല. എന്തിന്? ഇവിടെ സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം, ഇവിടെ KPCC പ്രസിഡന്റും സതീശനും തമ്മിൽ പോലും ഒരു ഡെയിലി ബേസിസിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അവർ തമ്മിൽ അഭിപ്രായ ഐക്യം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ഈ പല കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതാണ് ഇതിന്റെ അകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതൊന്നും യാദൃച്ഛ്യമല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ MM ഹസൻ പറയുകയുണ്ടല്ലോ, ഞാനും UDF കൺവീനർ എന്ന നിലയിൽ ഞാനും അതുപോലെ തന്നെ UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ VD സതീശനും തമ്മിൽ നല്ല ആശയവിനിമയമാണ്, പക്ഷേ KPCC അധ്യക്ഷനുമായി ആശയവിനിമയമില്ല. അല്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, അദ്ദേഹം എന്നെ ബന്ധപ്പെടാറൊന്നുമില്ല. ഇങ്ങനെ പറയുന്ന അങ്ങോട്ട് നോക്കിയാൽ ഇഷ്ടക്കേട്, എങ്ങോട്ട് നോക്കുമ്പോൾ മാത്രം ഇഷ്ടം, ഈ രൂപത്തിലാണ് ഈ നേതാക്കന്മാരെല്ലാം പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഈ പ്രത്യേകമായ മിഷൻ ആണ് ആദ്യം പരിഹരിക്കപ്പെടേണ്ടത്. അത് വയനാട്ടിൽ ഇവർ ഉറക്കമുളച്ചിരുന്നിട്ടും പരിഹരിക്കപ്പെടാതെ ഇരുന്നു. അതിൻ്റെ മുഴുവൻ പഴി ഇപ്പോൾ ഈ പറയുന്ന കേസുകാരൻ്റെ തലയിലേക്ക് വെക്കേണ്ടതില്ല. ഓരോരുത്തരും ഓരോ രൂപത്തിലുള്ള നിലപാടുമായാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഹസനും സതീശനുമായി സൗഹൃദം, ഹസനും സുധാകരനുമായി ബന്ധമില്ല, സതീശനും സുധാകരനുമായി ബന്ധമില്ല. സതീശൻ ഇനി ക്ഷണിച്ചാൽ ഈ പറയുന്ന ചെന്നിത്തലയ്ക്ക് മൈക്ക് കൊടുക്കില്ല, അപ്പോൾ ചെന്നിത്തല പരിഭവിച്ചു പോകും, അപ്പോൾ ചെന്നിത്തലയുടെ വീട്ടിൽ പ്രാതൽ കഴിച്ചത് പരിഹരിക്കും. ഇങ്ങനെയൊന്നും ഈ അവശേഷിക്കുന്ന ദഹനക്കേടുകൾ തീർക്കാൻ കഴിയില്ല. അത് ആ രൂപത്തിലാണ് പരിശോധിക്കപ്പെടേണ്ടത്. അതിന് പകരം ഈ മിഷൻ 2025 വാട്സാപ്പ് ഗ്രൂപ്പ്, അതുമായി ബന്ധപ്പെട്ട സർക്കുലർ, എല്ലാത്തിനും പരിഹാരമായി വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാസമായി സതീശനെ അവതരിപ്പിക്കൽ, ഇതൊന്നും ഈ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന സംഘടനാപരമായ ദൗർബല്യങ്ങൾക്ക് പരിഹാരമല്ല. കാരണം ഈ സംഘടനാപരമായ ദൗർബല്യങ്ങൾ ആ പാർട്ടി അഭിമുഖീകരിക്കുന്നതിലെ ഒരു കാരണഭൂതൻ VD സതീശനാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ നാരായണൻ നമ്പൂതിരി, ഇവിടെ ഈ വലിയ വിജയങ്ങളുടെ സാധ്യതകളിലേക്കാണ് കോൺഗ്രസ് ഈ 2025 മിഷനുമായി പോകുന്നത്. തൃശ്ശൂരിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരാൾ ആർജവത്തോടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് നിങ്ങൾ കണ്ടതാണോ? ഏറ്റവും പഠിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ലേ തൃശ്ശൂരിൽ നിന്ന് വന്നത്? 3ാം സ്ഥാനത്തേക്കാണ് ആ പാർട്ടി അപമാനിക്കപ്പെട്ടു പോയത്. അതിൽ ആരുടെ മിഷനായിരുന്നു? ആർക്കാണ് അതിൽ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്? എന്തെങ്കിലും ഒരു പരിശോധന നടക്കുന്നതായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കൂടാതെ കെ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറയുകയാണ്, കേരളത്തിൽ കെ മുരളീധരൻ BJP അംഗത്വം എടുക്കാതെ നിയമസഭയിൽ കയറ്റില്ല എന്ന്. അങ്ങനെ പറയാൻ കഴിയുന്ന, അതായത് ഈ കെ മുരളീധരനെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യും BJPക്കൊപ്പം വന്നില്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു പ്രതികരണം വന്നിട്ട് ഈ മിഷനുമായി ഇറങ്ങിയിരിക്കുന്ന ആരെങ്കിലും അതിനോട് മറുപടി പറയുകയുണ്ടായോ? അപ്പോൾ എന്താണ് സതീശന്റെ യഥാർത്ഥ മിഷനായി നിങ്ങൾ കാണുന്ന ശ്രീ നാരായണ നമ്പൂതിരി? നിങ്ങളെ ഇല്ലാതാക്കുകയല്ല, കാരണം അത്രയും
ഏറ്റവും ആരോഗ്യകരമായ അകലം നിങ്ങളുമായി അദ്ദേഹം പാലിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈ മിഷൻ? അല്ല വേണു, ഇപ്പോൾ സതീശൻ്റെ മിഷൻ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി കോൺഗ്രസിൽ കാലങ്ങളായി ഈ പ്രോസസ്സ് ഇങ്ങനെ വഴക്കുകൾ നടക്കുന്നതാണ്. അപ്പം ഞാൻ അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നില്ല. അത് ആന്റണിയും കരുണാകരനുമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഏത് പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ലീഡറും പാർട്ടി പ്രസിഡന്റുമായിട്ട് വഴക്ക് സ്ഥിരം ഉണ്ടാകാറുണ്ട്. അതിൻ്റെ പ്രത്യേകതയൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് കഴിഞ്ഞ കാലങ്ങളിൽ 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ പാർലമെന്ററി പാർട്ടി ലീഡറും പാർട്ടി പ്രസിഡന്റും നിൽക്കുമ്പോഴും രണ്ടുപേരും ശക്തരായിരുന്നു. ഇപ്പൊ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് തീരെ ദുർബലനായിരിക്കുന്നു. KPCC പ്രസിഡന്റിന്റെ റോള് പോലും സതീശൻ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് വരുന്നു. സതീശനെ സംബന്ധിച്ച് സതീശൻ BJPയെ എതിർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതല്ല, സതീശൻ എവിടെയാണ് നിൽക്കുന്നത്? സതീശന്റെ നിലപാട് പിണറായി വിജയന്റെ ഒരു B ടീമായി സതീശൻ നിൽക്കുകയാണ്. അപ്പൊ കോൺഗ്രസ് ഇല്ലാതാക്കി അല്ലെങ്കിൽ CPMന് അനുകൂലമാക്കി കേരളത്തിലെ കോൺഗ്രസിനെ മാറ്റുക എന്നല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത്തരമൊരു വിജയം നേടാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ആരംഭമാണ് വയനാട്ടിൽ കണ്ടത്. പക്ഷെ അവിടത്തെ ആ ആരംഭത്തിൽ തന്നെ വഴക്കുണ്ടാക്കുകയാണ്. ഇപ്പൊ തൃശ്ശൂരിലെ ചോദിച്ചു, തൃശ്ശൂരിലെ ആരുടെ പേര് നടപടിയെടുക്കാനാ? തൃശ്ശൂരിൽ ഒരു കോൺഗ്രസ്സുകാരന്റെ പേരിൽ പോലും നടപടിയെടുക്കണമെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റിന്റെ പേരിൽ വേണ്ടേ എന്നല്ലേ മുരളീധരൻ പറഞ്ഞത്? ആ DCC ഓഫീസിൽ നടന്ന തർക്കത്തിലതല്ലേ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ലേ തൃശ്ശൂരിൽ? മുരളീധരനെ തോപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന്. അപ്പൊ അങ്ങനെ ആരോപണം വരും. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ പോലും ആരോപണ വിധേയരായി നിൽക്കുകയാണ് കോൺഗ്രസിൽ. അങ്ങനെ ഒരു കോൺഗ്രസിൽ ആരുടെ പേരിൽ നടപടി? ദുർബലനായ പ്രസിഡന്റ്, അതിനേക്കാൾ ദുർബലന്മാരായ വർക്കിംഗ് പ്രസിഡന്റ്, KPCC ഓഫീസിൽ ആരും ചെല്ലുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡിന്റെ പിന്തുണയോടെ അതിശക്തനായി നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ കോൺഗ്രസിനെ മൊത്തം വിഴുങ്ങുക. ഇപ്പം റെജി ലൂക്കോസ് രമേശ് ചെന്നിത്തലയ്ക്കും സുധാകരനും ഒക്കെ വേണ്ടി കരയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ സതീശൻ നിലനിൽക്കണമെന്നാണ് ആഗ്രഹം. കാരണം പിണറായി വിജയൻ പറയുന്നത് അസംബ്ലിയിൽ പോലും പിണറായി വിജയനെ ശക്തമായി എതിർക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകേണ്ട പ്രതിപക്ഷ നേതാവ് പലവട്ടവും തയ്യാറാകാതിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അവിടെ തുടരണമെന്നാണ് റെജി ലൂക്കോസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഈ ചെന്നിത്തലയ്ക്കും ഒക്കെ ഒരു ഓശാന പാടുന്ന തരത്തിൽ ചെന്നിത്തലയുടെ പേരിലുള്ള വിലാപം. എന്താണ് കമ്മ്യൂണിസ്റ്റുകാരന്? അതുപോലെ ശ്രീകുമാറിന്റെ സംസാരം കേട്ടപ്പോൾ വളരെ നിസ്സാരമാണ്. സാർ, ഈ നിസ്സാരമായ കാര്യമാണ് കോൺഗ്രസിനെ ഈ ഗതിയിൽ എത്തിച്ചിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ ഇല്ലാത്ത അവസ്ഥയിൽ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം പോലും KPCC മാന്യമായി ആചരിച്ചില്ല എന്ന് പറയുമ്പോൾ ഹസൻ അങ്ങനെയല്ലേ പറഞ്ഞത്? KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ച വാക്ക് മാധ്യമങ്ങളിലൂടെ വന്നതാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല. KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് ആ പത്രസമ്മേളനം വാക്കൗട്ട് ചെയ്യുന്നു. ഈ കോൺഗ്രസ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? കോൺഗ്രസിന് കേരളത്തിൽ ഒരു CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ധാർഷ്ട്യവും ധിക്കാരവും മൂലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരി. പക്ഷെ ശ്രീ നാരായണ നമ്പൂതിരി, കാതലായ ഒരു ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിൽ അങ്ങയുടെ മറുപടി കണ്ടില്ല. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഷയം ഗൗരവത്തോടെ സതീശനടക്കം പരിശോധിക്കാത്തത്? സതീശൻ കേരളം മുഴുവൻ ഒരു താലത്തിലെടുത്ത് വിജയിപ്പിച്ചങ്ങ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങി പുറപ്പെടുകയാണല്ലോ. നാളെ മലപ്പുറത്ത് നിന്നാണല്ലോ അദ്ദേഹത്തിന്റെ ആ സംരംഭം തുടങ്ങാൻ പോകുന്നത്. തൃശ്ശൂര് കണ്ടിട്ടേയില്ല എന്ന് മാത്രവുമല്ല, ഈ കോൺക്ലേവിൽ ഏറ്റവും ഗൗരവത്തോടെ പരിശോധിക്കേണ്ട തൃശ്ശൂരിലെ പരാജയമായിരുന്നില്ലേ? ആ കാര്യത്തിൽ K മുരളീധരൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹം അവിടേക്ക് പോകുന്നില്ല, കാരണം തൃശ്ശൂർ ചർച്ച ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ കഥയല്ലേ? കഴിഞ്ഞ കഥയല്ല എന്ന മനസ്സിലാക്കലിൽ നിന്നുകൊണ്ട് വേണ്ടേ ഈ കാര്യത്തിലൊരു പരിശോധന പാർട്ടി നടത്തേണ്ടത്? അത് കഴിഞ്ഞ കഥ. അത് കേൾക്കുമ്പോൾ BJP പറയുകയാണ് K മുരളീധരന്റെ കഥ കഴിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം വരണം. ഇങ്ങനെ പറയുകയാണ്. ഓക്സിജൻ സിലിണ്ടറായി ഇവിടെ ഇരിക്കുകയാണ് മാരാർജി മന്ദിരത്തിൽ എന്ന് K മുരളീധരനെ പോലൊരു നേതാവിനെ പറ്റി K സുരേന്ദ്രൻ പറഞ്ഞിട്ടും ഈ കാര്യങ്ങളിലൊന്നും ഒരു പ്രതികരണവുമില്ല. ഈ കോൺക്ലേവ് ചർച്ച ചെയ്തിട്ടുമില്ല. അത് ആർക്കുള്ള സഹായമാണ്? ഞാൻ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ പരാജയം അല്ലെങ്കിൽ ആലത്തൂരിലെ കോൺഗ്രസിന്റെ പരാജയം ചർച്ച ചെയ്യാൻ അവർക്ക് കഴിയില്ല. കാരണം ആ 2 പരാജയങ്ങളുടെയും ഉത്തരവാദിത്വം അവരുടെ നേതാക്കന്മാർക്ക് തന്നെയായിരിക്കാം.
ആ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷമായി നടന്ന ഒരു വലിയ പ്രവർത്തനം ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷെ സിറ്റിംഗ് എം പിയുടെ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പോയി. കോൺഗ്രസ് സിറ്റിംഗ് എം പിയുടെ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പോയി എന്ന് വലിയ കോളിളക്കത്തോടെ BJP 3-ാം സ്ഥാനത്ത് പോകും എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് സ്വയം 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. സ്വന്തം അണികൾ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു. ആ കൈവിട്ട് കളഞ്ഞതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണെന്ന് DCC ഓഫീസിൽ അതിന്റെ പേരിൽ അടിയുണ്ടാകുന്നു. അത് ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിൽ കൂട്ടയടിയാകില്ലേ? ആ കൂട്ടയടി ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിവാക്കാൻ വേണ്ടി മഹാകാര്യമായി അവർ കാണുന്നത് ഇവർ കൂടി ചേർന്നിരിക്കുമ്പോൾ ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ പോകുന്നു. അത് ചോർത്തി കൊടുക്കുന്നത് ആര് എന്നത് കണ്ടെത്താനായിട്ടാണ് ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് കണ്ടുപിടിച്ചു കൊടുക്കണമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ വാർത്ത ചോരലല്ല, സ്വന്തം പാർട്ടി തന്നെ BJPയിലേക്ക് ചോരുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ്. അതാണ് ഗൗരവത്തോടെ പരിശോധിക്കേണ്ടത്. പക്ഷേ അതിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്. VDയുടെ പരിധിയിലോ എന്ന എൻകൗണ്ടർ പ്രൈം ചർച്ച തുടരുകയാണ്. ശ്രീ N. ശ്രീകുമാർ, ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട പരാജയത്തിനും ഒരു ഉത്തരവാദി ഉണ്ടാവണമല്ലോ. വിജയത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലല്ലോ ഏറ്റെടുക്കേണ്ടത് നേതാക്കന്മാർ. ഇപ്പോൾ ഹസൻ പറയുകയായിരുന്നു, ഞാൻ 18 മാസം ഈ വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിച്ചപ്പോൾ നല്ല വിജയം നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. തൃശ്ശൂരിൻ്റെ കാര്യം അപ്പോഴും ഹസനുമില്ല മിണ്ടാട്ടം. പിന്നെ അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് അഭിമുഖത്തിൽ, നിങ്ങളിങ്ങനെ 2 തവണ വർക്കിംഗ് പ്രസിഡന്റായി ഇരുന്നിട്ടുണ്ട്, അപ്പോൾ ഇനിയെങ്കിലും ഒരു പ്രസിഡന്റായിട്ടിരിക്കാൻ കഴിയണ്ടേ? ഇല്ല, ഞാൻ അതിനൊന്നും പോകുന്നില്ല. ഈ മുൻ KPCC ചുമതലയുള്ള അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു പദവിയുണ്ടല്ലോ, അതിൽ ഞാൻ തൃപ്തനാണ്. അപ്പോൾ ഈ മനസ്സു പോകുന്ന വിധം നോക്കിക്കൊള്ളണം. ഒന്നുകിൽ പ്രസിഡന്റ് ആകാൻ പറ്റുക, പ്രസിഡന്റ് ആയില്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റെങ്കിലും ആയിരിക്കാൻ കുറച്ചു കാലം കഴിയുക. ഈ രൂപത്തിലാണ് ആ പദവിയെ അധപ്പതിപ്പിച്ചിരിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു പേരോടെ ശേഷം കാലം ജീവിക്കാൻ കഴിയുമല്ലോ എന്ന രൂപത്തിലാണ് അതിൻ്റെ ഉത്തരവാദിത്തമായി അദ്ദേഹം അത് അനുഭവിച്ചതെങ്കിൽ, എന്ന് വെച്ചാൽ അങ്ങേയറ്റം വ്യക്തിപരമായ ഒരു നേട്ടം, ഒരു പദവിയിൽ ഇരിക്കാൻ കഴിഞ്ഞ ഒരവസരം എന്ന് മാത്രമായി കാണുകയാണെങ്കിൽ ഈ പദവികളിലൊക്കെ ഇരിക്കുന്നവരുടെ രാഷ്ട്രീയം എവിടേക്കാണ് ചോർന്നുപോയത്? ശ്രീ N. ശ്രീകുമാർ, നോക്കൂ വേണു, ഇവിടെ ഈ ചർച്ചയിൽ ശ്രീ നാരായണൻ നമ്പൂരിയും ശ്രീ റെജി ലൂക്കോസും അവരുടെ അഭിപ്രായങ്ങൾ രാഷ്ട്രീയമായിട്ട് പറഞ്ഞല്ലോ. രണ്ടുപേരും വേണു പറഞ്ഞ ചോദ്യങ്ങൾക്ക് അല്ല മറുപടി പറഞ്ഞത്. നാരായണൻ നമ്പൂരി പറഞ്ഞത് സതീശൻ പിണറായിക്ക് അടിപ്പെടുന്നു. റെജി ലൂക്കോസ് പറഞ്ഞത് സതീശൻ മറ്റേ രമേശ് ചെന്നിത്തലയെ ചെറുതാക്കാൻ നോക്കുന്നു. വേണു ചോദിച്ചത് സതീശൻ BJPക്ക് ദൂരം കുറച്ചു കൊടുക്കുന്നു. ഇതൊന്നും അവർക്ക് ഉത്തരവില്ല. കാരണം എന്താ അറിയോ, ഒരു പ്രതിപക്ഷ നേതാവ് ശക്തനായി വരുമ്പോൾ ഇങ്ങനത്തെ ആരോപണങ്ങൾ കേൾക്കും. മുമ്പ് കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് ഏറ്റവും അധികം ആരോപണം നേരിട്ടത്. അന്ന് KPCC പ്രസിഡന്റുമാരായിരുന്നവരെ ഒരു ചെറിയ വ്യത്യാസമുണ്ടാണ്. ആന്റണിക്ക് ശേഷം കേരളത്തിലെ PCC അധ്യക്ഷന്മാർ ഏതാണ്ട് കരുണാകരൻ തീരുമാനിച്ചിരുന്നവരാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് വളരെ ശക്തനായിരുന്നു. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ഇന്ന് പ്രതിപക്ഷ നേതാവും സുധാകരനും തുല്യരാണ്. ഈ തുല്യരിൽ ഒന്നാമൻ ആര് എന്നൊരു തർക്കം സാധാരണ രാഷ്ട്രീയക്കാർക്കിടയിൽ വരും, പ്രൈമസ് ഇൻ്റർപസ് എന്നുള്ളത്. അപ്പോൾ ആ തുല്യരിൽ ഒന്നാമൻ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ അതിൽ താല്പര്യം വരും. അത് കോൺഗ്രസ് നേതാക്കളിലുണ്ട്, എല്ലാ നേതാക്കളിലുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ മിഷൻ 2025 ചർച്ചയായതെന്ന് വെച്ചാൽ ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, BJPയുടെ കാര്യം വളരെ കഷ്ടത്തിലേക്ക് പോകുന്നു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി കൂടുതൽ ദുർബലനാകുന്നു. കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇനി അധികാരത്തിൽ വരില്ല എന്നൊരു ശക്തമായ തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അടുത്ത സംസ്ഥാന ഭരണം UDFന് കൊടുക്കണമെന്നുള്ളത്. അങ്ങനെയുള്ള അവസരത്തിൽ അങ്ങനെ വെറുതെ ഈസിയായിട്ട് ജനങ്ങൾ കൊണ്ടേൽപ്പിക്കാൻ കാത്തു നിൽക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യും. അത് ജനങ്ങൾക്കിടയിൽ ആവണമെന്നില്ല. പക്ഷേ അസംതൃപ്തിയും അസ്വസ്ഥതയും ഉണ്ടായാൽ കോൺഗ്രസ് വെറുക്കപ്പെടും. അങ്ങനെ കോൺഗ്രസ് വെറുക്കപ്പെടാതിരിക്കാൻ മുൻകൂട്ടി എടുക്കുന്ന തീരുമാനമാണ് ഈ മിഷൻ 2025 എന്നുള്ളത്. അതിലെന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ അതിൽ ആർക്കും പ്രത്യേകിച്ചൊരു ഉത്തരവാദിത്വമൊന്നും രേഖാമൂലം കൊടുത്തിട്ടില്ല. VD സതീശനോട് അതിൻ്റെ ചുമതലയേൽക്കാൻ ആ KPCCയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് ഏറ്റെടുത്ത ശേഷം ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി 2 ക്യാമ്പിൽ, അതായത് കോട്ടയത്തും തിരുവനന്തപുരത്തും പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. ഹൈക്കമാൻഡിനോട് ഇടപെടാൻ പറഞ്ഞു. 2 ദിവസം കൊണ്ട് ഹൈക്കമാൻഡ് ഇടപെട്ടു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് അച്ചടക്ക സമിതി ചെയർമാനോട് റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഈ റിപ്പോർട്ട് ഇതല്ല പ്രശ്നം. ശ്രീ N. ശ്രീകുമാർ, സതീശൻ ഇങ്ങനെ പറയും. അതുകൊണ്ടാണ് ഇവരൊക്കെ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല എന്ന് സൂക്ഷ്മമായി അങ്ങ് പരിശോധിച്ചെങ്കിൽ, ഞാൻ അങ്ങയോട് ചോദിച്ചാൽ അങ്ങേയും മറുപടി പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിക്കൊരു ചുമതല കൊടുക്കുമ്പോൾ
പ്രവർത്തകൻ മുതൽ നേതാക്കന്മാർ വരെ അത് ഒറ്റ മനസ്സോടെ സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ സതീശനെ ഈ പറയുന്ന കോൺക്ലേവിലൂടെ 2 ദിവസം ഇരുട്ട വിളക്കിയിരുന്ന് ചർച്ച ചെയ്തല്ലോ. KC വേണുഗോപാൽ ഇങ്ങനെ താലത്തിൽ വെച്ച് കൊടുക്കുകയാണ്. സതീശനെ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു? KPCC അധ്യക്ഷൻ മുതലുള്ളവർക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ ഒരു ഭാഗത്ത് സതീശനും ഉത്തരവാദിയായിട്ടുണ്ട് ഉണ്ടോ എന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചത്. കാരണം നമ്മളിപ്പോൾ ഇവിടെ ശ്രീ നാരായണ നമ്പൂരി പറയുകയുണ്ടായി, പറയാൻ പാടില്ലാത്ത വാക്ക് K സുധാകരൻ പറയുകയുണ്ടായി എന്ന്. പറയുന്ന വാക്കുകളാണോ VD സതീശൻ പറഞ്ഞത്? ഈ പുതുപ്പള്ളി വിജയത്തിന് ശേഷം നാം കാണുന്ന എന്താണ്? ആദ്യം തന്നെ മൈക്കും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് VD സതീശൻ. സുധാകരൻ വരുമ്പോൾ മൈക്കുകളിലും കൂടെ ചേർത്തുകൊണ്ട് അങ്ങോട്ടേക്ക് മാറി അതും തൻ്റെ മുന്നിലേക്ക് വെക്കുകയാണ്. സുധാകരൻ വന്നിട്ട് KPCC പ്രസിഡന്റ് അല്ലേ, ഞാനല്ലേ ആദ്യം സംസാരിക്കേണ്ടെന്ന് പറയുമ്പോൾ തന്നെ അസ്വസ്ഥനാവണില്ല, ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ വിജയത്തിൻ്റെ ഏക ഉത്തരവാദി താനാണ് എന്ന് പറയുവാനുള്ള ആർത്തിയാണ് അവിടെ കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇദ്ദേഹം പറയുകയാണ്, ഞാനൊന്ന് തുടക്കത്തിൽ പറയുകയുള്ളൂ, ബാക്കി നിങ്ങൾ പറയൂ. മാത്രമല്ല അങ്ങേക്കറിയുന്നതാണ്, ഈ പുതുപ്പള്ളിയുടെ ചുമതല സതീശൻ ഉൾപ്പെടുന്ന സംഘത്തിന് കൊടുക്കുമ്പോൾ സുധാകരൻ പറയുകയുണ്ടായി, മികച്ച രീതിയിൽ അവിടെ സതീശൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന്. മറ്റൊരാളെ പറ്റി നല്ല വാക്ക് പക്ഷേ ഈ മനുഷ്യൻ പറയില്ല. ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇനി ഞാനൊരു അക്ഷരവും ഇണ്ടുന്നില്ല, ഇനി പ്രസിഡന്റ് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഈ പറയുന്ന അവിടുത്തെ DCC പ്രസിഡന്റ് ഉപചാരപൂർവ്വം K സുധാകരന് പൊന്നാടയിടുന്നു. K സുധാകരൻ അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു, ആ ഷാള്. അത് കഴിഞ്ഞ് സതീശൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരുമ്പോൾ എടുത്തൊരു ഒറ്റ ഏറാണ്. പൊന്നാട അണിയിക്കാൻ അടുത്തയാൾ വരുമ്പോൾ അതും എടുത്തെറിയുകയാണ്. എന്നിട്ട് അതിൻ്റെ സംഘാടകനോട് പറയാണ്, എൻ്റെ കല എന്നോട് സംസാരിക്കാൻ പറയണ്ട, ഞാൻ സംസാരിക്കില്ല. ഇങ്ങനെ പിണങ്ങി ശാഠ്യം പിടിച്ചിരിക്കുന്ന ഒരാൾ എന്തായാലും ഒരു മിഷൻ ഏൽപ്പിക്കാൻ തക്കവണ്ണം ഭൂഷണമായ പ്രവൃത്തി ചരിത്രമുള്ളയാളാണ് എന്ന് കരുതുക വയ്യ. അതാണ് പ്രശ്നം. ശ്രീ N ശ്രീകുമാർ, ഈ അസഹിഷ്ണുത, ജയിക്കുമ്പോഴും പുലർത്തുന്ന ധാർഷ്ട്യം, അതിൽ ഏക അവകാശിയാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള വ്യഗ്രത, അതെന്തുകൊണ്ട്? നോക്കൂ വേണു ഇങ്ങനെ ഈ നിരീക്ഷണങ്ങൾ പഴങ്കഥകൾ നിരീക്ഷണങ്ങളായി അവതരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, നേതാക്കൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൊണ്ടുവരുന്നത് എന്തായാലും അത് വേണുവിൻ്റെ ആ ഒരു നിരീക്ഷണ പാഠം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നിട്ട് 18 സീറ്റിലും ജനങ്ങൾ ഈസിയായിട്ട് ജയിപ്പിച്ചു വിട്ടുമെന്ന് മാത്രമല്ല, നിങ്ങൾ മോശം വാക്ക് പ്രയോഗിച്ചു എന്ന് പറയുന്ന ശരാശരി മനുഷ്യ ചിന്താഗതിയുള്ള K സുധാകരനെ 1.5 ലക്ഷത്തിലധികം വോട്ടിന് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു. അപ്പം ജനങ്ങൾക്ക് ഇതൊന്നൊരു വിഷയം കാര്യമില്ലെന്ന് വ്യക്തമായി. പക്ഷേ വിഷയമുള്ള കാര്യം പ്രതിപക്ഷ നേതാവും ഇരിക്കുന്ന ഇത്തരം വേദികളിൽ ഈ കലാപരിപാടികൾ തുടരാമെന്നാണോ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബോധ്യം? അല്ല ഞാൻ പറയുന്ന ജനങ്ങൾക്ക് അതിലും വലിയ വിഷയം കൂടെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. കേൾക്കുന്നില്ല കേട്ടോ. പറഞ്ഞോളൂ ശ്രീ ശ്രീകുമാർ. ഹലോ, കേൾക്കുന്നോ? വേണോ? കേൾക്കാം. അതായത് ജനങ്ങൾക്ക് അതിലും വലിയ വിഷയം മുമ്പിലുണ്ട്. കാരണം ഇവിടെ ഒരു LDF ഭരണമെന്ന ആ ഒരു അവരെ അസ്വസ്ഥമാക്കുന്ന ആ ഒരു സംവിധാനത്തെ തൂത്തെറിയാനുള്ള ആ ഒരു വാശിയിൽ അവർക്ക് നിസ്സാര കാര്യമാണ്. അതുകൊണ്ട് അവരത് കണക്കിലെടുത്തില്ല. പക്ഷേ അതാ ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കണമെന്നില്ല. കാരണം നമ്മൾ 2019 കണ്ടതാ. അപ്പൊ 2019 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നു, അപ്പോൾ വലിയ വിജയമാണ്, അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ജനം ഇതൊന്നും ഗൗരവത്തിൽ കാണുന്നില്ല. അതുകൊണ്ടാണോ ഈ പറയുന്ന പുതിയ MP-മാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് കന്റോൺമെന്റ് ഹൗസിലെ യോഗം? UDFന്റെ നേതാക്കന്മാരുമുണ്ട്. മാണി C കാപ്പൻ അടക്കം മൈക്ക് കിട്ടി. നിങ്ങൾ ഈ പിണറായിയും മൈക്കുമായുള്ള യുദ്ധത്തെ പറ്റിയൊക്കെ വല്ലാതെ വാദോരാതെ സംസാരിക്കുന്ന കൂട്ടരല്ലേ. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് മൈക്ക് തന്നെ കൊടുക്കുകയുണ്ടായില്ലല്ലോ, അതിൽ അദ്ദേഹം പരിഭവിച്ചു പോയല്ലോ. അപ്പോൾ പ്രാതൽ കഴിക്കാനായി അങ്ങോട്ടേക്ക് സതീശൻ പോയല്ലോ. ഇനി ഇദ്ദേഹം തന്നെ പാലക്കാടോ കാസർഗോഡോ മറ്റൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോയപ്പോൾ അവിടുത്തെ DCC പ്രസിഡന്റ് എത്താൻ വൈകി. അദ്ദേഹം അതിൽ കെറുവിക്കുകയാണ്. ആലപ്പുഴയിൽ ഈ പറയുന്ന വാർത്താ സമ്മേളനം സമരാഗ്നി, ആ സമയത്താണല്ലോ K സുധാകരൻ്റെ ഒരു മോശം പ്രതികരണം വന്നത്. ആ സമയത്ത് VD സതീശൻ ഇതൊന്നും അറിയാത്തതുകൊണ്ടാകാം നല്ല വെളുക്കനെ ചിരിച്ചുകൊണ്ട് വന്ന് സുധാകരനോട് പറയുകയാണ് 5 മണിക്കേ വാർത്താ സമ്മേളനം വിളിക്കാവൂ, അപ്പോഴേ ലൈവ് പോകൂ ചാനലുകളിൽ. അപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത് ഇതിനാണോ? മാധ്യമങ്ങളെ കാണുന്നത് തത്സമയ സംപ്രേഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അഭിരമിക്കാനാണോ? നിങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് കേൾക്കുമെന്നേ. അത് ആ സമയത്തും കേൾക്കും, അല്ലാത്ത സമയത്തും ഒക്കെ കേൾക്കും. എന്തുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസം ഇല്ലാതെ എല്ലാം അടക്കിപ്പിടിച്ചാൽ മാത്രമേ സ്വന്തമാകൂ എന്ന ചിന്തയോടെ ഈ വ്യക്തി പ്രവർത്തിക്കുന്നത്? അല്ല വേണുവിന്റെ നിരീക്ഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ ഓരോ സംഭവങ്ങൾ തന്നെയാണ് അതിനടിസ്ഥാനമായി പറയുന്നത്. മനസ്സിലായി? അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു പകൽ സ്വപ്നം കണ്ടതിനെ പറ്റിയല്ല പറയുന്നത്. വേണുവിന്റെ ഉള്ളിൽ ഇപ്പൊ
അല്ല ഒരു മിനിറ്റ് വേണു, എന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായി അങ്ങ് പറയൂ. ഇങ്ങനെയൊക്കെ പ്രതികരിച്ച സതീശന്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് ആ കാര്യത്തിലാണ് ഒരു വ്യക്തത വേണ്ടത്. അതാണ് ഓരോ ചോദ്യമായി ഞാൻ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം. അല്ലല്ല ഞാൻ പറഞ്ഞു തരാം. അതായത് വേണുവിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഇത് ഈ ചർച്ചയിൽ ഇങ്ങനെ വന്നാൽ അതിൽ ജനങ്ങൾ വിശ്വസിച്ച് ഒരു തീരുമാനമെടുക്കുന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ തെറ്റി വേണു. ഞാൻ വേണുവിൻ്റെ ഒരു കാര്യം പറയാം. കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും അവരവരുടേതായ അധികാരവും അഹങ്കാരവും ധിക്കാരവും ഒക്കെ ഉണ്ട്. ഒരൊറ്റ കാര്യം, ഞാൻ വേണു നേതാ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വേണു കേട്ടില്ല. VD സതീശനെ കുറിച്ച് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞല്ലോ, പറയാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. അതായത് കേരളത്തിലെ കോൺഗ്രസിലെ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. അതോ ആന്റണി കരുണാകരനും ഉമ്മൻചാണ്ടി രമേശൊക്കെ ആണെങ്കിൽ തന്നെ 2 ഗ്രൂപ്പുമാരുടെ 2 ക്യാപ്റ്റന്മാർ പറഞ്ഞാൽ അവിടെ തീരുമാനിക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ അതല്ല. ഇപ്പം ഗ്രൂപ്പില്ലാത്തത് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഈ കോൺഗ്രസിനെ നന്നായി പഠിച്ച ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ്, 2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലൊരു ക്യാപ്റ്റൻ തീരുമാനിച്ചാൽ തീരുമാനമായിരുന്നു. ഇപ്പോൾ അതല്ല. ഇവിടെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 കാര്യം ആലോചിക്കൂ. ഒന്ന്, അദ്ദേഹം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള അസംബ്ലി മാത്രമാണ്, പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്. പാർലമെൻ്ററി പാർട്ടി ലീഡറെ KPCC ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് MLA-മാർ, കോൺഗ്രസിൻ്റെ MLA-മാർ വഴി നടപ്പാക്കാനുള്ള സംവിധാനത്തിനാണ്. അവിടെ നിങ്ങൾ KPCC പ്രസിഡന്റിനല്ലേ കൊടുക്കേണ്ടതെന്ന് തിരിച്ചു ചോദിക്കരുത്. അവിടെ VD സതീശനാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്ത ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടായത്. എന്തുകൊണ്ടാണ് അത് കോൺഗ്രസ് ഗൗരവത്തിൽ എടുത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അധികാരം അടുത്തേക്ക് വരികയാണ് കോൺഗ്രസിന്റെ. മാർഗരേഖ, ഈ കർമ്മരേഖ അവതരിപ്പിക്കുന്നു. ശരി, പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അത് അങ്ങനെ തന്നെ ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള ഉറപ്പായ വഴി എന്ന് പറഞ്ഞത് എല്ലാവരും ഏറ്റെടുക്കുകയാണോ? എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ 55 56 പേർ അതിൻ്റെ മുകളിൽ ചർച്ച നടത്തുന്നു അല്ലേ? അങ്ങനെ ആ രേഖ സമ്പുഷ്ടീകരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുമ്പോഴാണ് അത് കൂടുതൽ ജനബദ്ധമാകുന്നത് അല്ലേ? ജനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനും കുറച്ചുകൂടെ പഴുതടച്ച് പറ്റുക. നിങ്ങൾ ഈ CPM-നെ പറ്റി പറയുമല്ലോ, ജനങ്ങളുമായുള്ള ജൈവബന്ധം അറ്റുപോയി എന്ന്. അങ്ങനെ അറ്റുപോകാതിരിക്കാൻ കൂടുതൽ പേർ അവിടേക്ക് ചേരുകയാണ്. അങ്ങനെ ഒരു പങ്കാളിത്തത്തോടെ അത് സമ്പുഷ്ടീകരിക്കപ്പെടുന്നു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ഘട്ടമായി ഈ പറയുന്ന DCC തലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുന്നു. അവിടെ നിന്ന് നിർദ്ദേശങ്ങൾ വരുന്നു. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് പോകുന്നു. ഇങ്ങനെയല്ലേ ആ പ്രക്രിയ? അപ്പോൾ വയനാട്ടിലെ ചുരമിറങ്ങിക്കഴിയുമ്പോൾ എത്ര പേരെങ്കിൽ അത്രയും പേരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു പ്രക്രിയയാണ് ഹൈക്കമാൻഡ് ഒരുപക്ഷെ ഈ കർമ്മരേഖയിലൂടെ വിഭാവനം ചെയ്തിട്ടുണ്ടാവുക. അത് എൻ്റെ കൈവെള്ളയിൽ തന്നെ ഇരിക്കണം, എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ എല്ലായിടത്തേക്കും വിതരണം ചെയ്യപ്പെടണം എന്ന മൊത്തക്കച്ചവടക്കാരൻ റോളിലേക്ക് ഒരാൾ മാറുന്നതിനെ പറ്റിയാണ് ചോദ്യം. അല്ല വേണു, അത് തെറ്റാണെന്ന്. കാരണം അങ്ങനെ മൊത്തക്കച്ചവടമുള്ള സതീശനെ ഏൽപ്പിച്ച കാര്യമാണ് അദ്ദേഹം നിർവഹിച്ചത്. അതിനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. എന്താണ്? ഇനി ഇതിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനം വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. വേണൊരു കാര്യം മറന്നുപോയി. ഈ വയനാട്ടിലത്തെ ഈ ഒരു സംവിധാനത്തിന് ശേഷം 12 ജില്ലാ ക്യാമ്പുകൾ നടന്നു കഴിഞ്ഞു വേണു. അത് ഈ ചർച്ചക്കിടയിൽ ആരും പറഞ്ഞില്ല, ക്ഷമിക്കണം, ഈ തർക്കത്തിനിടയിൽ ആരും പറഞ്ഞില്ല. അതാ 12 ജില്ലാ ക്യാമ്പുകൾ നടന്നു കഴിഞ്ഞു. 110 അസംബ്ലി മണ്ഡലങ്ങളിലെ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇതിനിടയ്ക്ക് നടന്നു, അല്ലാണ്ട് മലപ്പുറത്തുനിന്ന് തുടങ്ങുകയല്ല നാളെ. ഇത് കഴിയാറായി. 14 ജില്ലകളിലും കഴിയാറായി. 1-2 ജില്ല ഇനി ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യം എന്താണ്? സതീശൻ ഇത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വാർത്തകൾ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് കോൺഗ്രസ് മുളയിലേ നുള്ളാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവഞ്ചൂരിനോട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടത്. കാരണം ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനിക്കാത്ത കാര്യങ്ങൾ പത്രങ്ങളിലൂടെ കൊടുക്കുന്നവരെ കണ്ടെത്തണം എന്നൊരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? മുമ്പിലുള്ള സാധ്യതകളെ കളയാതിരിക്കാനാണ്. ഇനി ഒരു കാര്യം ഞാൻ വേണ്ടൊക്കെ പറയാം. കോൺഗ്രസിലെ ഇത്രയൊക്കെ നിങ്ങൾ ഈ പ്രശ്നം ഇങ്ങനെ ഊതി പറയുന്നുണ്ടല്ലോ വേണു, എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു പന്തം കൊളുത്തി പ്രകടനമോ അല്ലെങ്കിൽ ഒരു സതീശൻ വിരുദ്ധ പ്രകടനമോ ഒരു സുധാകര വിരുദ്ധ പ്രകടനമോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ? അപ്പുറത്ത് CPM-ൽ അതാണോ സംഭവിക്കുന്നത്? ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇവിടെ അല്ല ഇതൊക്കെ നമ്മൾ ശരി, ഇവിടെ ഈ സതീശനുമായി ബന്ധപ്പെട്ട് ഞാൻ ചൂണ്ടിക്കാട്ടിയ ഒന്നിലധികം സന്ദർഭമുണ്ട്. അത് ഞാനെന്ന് പറയുന്ന ആളെ മാറ്റി നിർത്തൂ. നമ്മുടെ പൊതുമണ്ഡലത്തിലുള്ള ദൃശ്യങ്ങൾ, പ്രതികരണങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ആര് പറയുന്നു എന്നതല്ല പ്രധാനം, സതീശൻ പറഞ്ഞത് അവിടെ ഉണ്ട് എന്നതാണ്. അതിലൂടെ എന്താണ് മനസ്സിലാകേണ്ടത്? ഇങ്ങനെ ഈ പറയുന്ന ഏറ്റവും വലിയ മഹത്വമായി സതീശന് കൽപ്പിച്ചു കൊടുക്കുന്നത് ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയമാണ്, തൃക്കാക്കരയും പുതുപ്പള്ളിയും.
അത് രണ്ടും വിജയം സുനിശ്ചിതമാണ്. ഒന്നാമത് ഏറ്റവും പ്രധാനം അത് സഹതാപ തരംഗത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ്. കൂടാതെ സംഘടനാപരമായി നല്ല ശക്തി, സംഘടനാപരമായി തന്നെ ഈ പറയുന്ന എറണാകുളത്തുണ്ട്, വൈകാരികമായി കോട്ടയത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം വലിയ വിജയമായി, വമ്പൻ വിജയമായി, അതിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശം ഉള്ള ഒരേ ഒരാളായി വി ഡി സതീശനെ അവതരിപ്പിക്കുന്നു. വി ഡി സതീശൻ വിചാരിക്കുമ്പോഴാണ് പാർട്ടി സംവിധാനം ഉണ്ടാവുക, അതിനെ ഏറ്റവും ശക്തമായി ചലിപ്പിക്കാൻ കഴിയുക. അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നു. ഇതെന്താണ്? ഏത് തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഹൈക്കമാൻഡ് ഇതുവഴി നൽകുന്നത്? താങ്കളുടെ ബോധ്യം അങ്ങനെയാണോ? വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് താങ്കൾ കോൺഗ്രസ് രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന വ്യക്തിയാണല്ലോ. അല്ല, അത് ഈ സതീശന് സംഘടനയെ ചലിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും. തൃക്കാക്കര പ്രത്യേകിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പറവൂരും എറണാകുളം ജില്ലയുമായിട്ട് ആ ജില്ലയുടെ ഭാഗം കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടി സംവിധാനമുള്ള ജില്ലയാണ് എറണാകുളം, സതീശന് മുൻപും. അതെ അതെ, അദ്ദേഹത്തിന്റെ തന്നെ അനുയായിയായിട്ടുള്ള ഷിയാസാണ് DCC അധ്യക്ഷനും. രണ്ടാമത് പുതുപ്പള്ളിയിൽ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ, ഈ അവസാനം വന്ന റിസൾട്ട് 40,000 80,000 അതുപോലെ ഒരു റിസൾട്ട് ആയിരുന്നില്ല തുടക്കത്തിൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഒത്തിരി മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ എന്താണ് കട്ടയ്ക്കുള്ള മത്സരമാണ് എന്ന രീതിയിലൊക്കെ വലിയ പ്രചരണമൊക്കെ അഴിച്ചുവിട്ടിരുന്നു. പക്ഷേ അവിടെ നല്ല ഒരു പാർട്ടി സംവിധാനത്തെ ചലിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സതീശനിലേക്ക് ഈ ആരോപണങ്ങളൊക്കെ വരുന്നത് ഒന്ന് മാറ്റി നിർത്തിയാൽ എന്താണ് KPCC ക്യാമ്പിൽ നടന്നത് എന്ന് ഞാൻ വേണമെങ്കിൽ വളരെ 60 സെക്കൻഡ് തന്നാൽ ഞാൻ കൃത്യമായിട്ട് പറയാം എന്താണ് ഈ വിവാദങ്ങളുടെ എല്ലാം പുറകിൽ. ഈ വിഷൻ 25 എന്ന് പറഞ്ഞ് സതീശൻ അവിടെ ഒരു ഡോക്യുമെൻ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ അവിടെ KPCCയുടെ ജനറൽ സെക്രട്ടറിയായ പഴകുളം മധു ഇതുപോലെ എന്തോ ഒരു സാധനം തയ്യാറാക്കി വന്നിരുന്നു. അത് വേണുഗോപാൽ തയ്യാറാക്കി പഴകുളത്തിന് കൊടുത്തുവിട്ടതല്ല, പഴകുളം സ്വയം കൊണ്ടുവന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവതരിപ്പിക്കാനുള്ള അവതരണാനുമതി സതീശൻ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് സുധാകരൻ്റെയും ഈ കാര്യത്തിൽ പിന്നീട് ഈ വാട്സപ്പ് വഴി പോയ സർക്കുലറിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു KPCC യോഗം സൂം വഴി നടക്കുന്നു. അതിൽ പഴകുളവും നസീറും അതുപോലെയുള്ള 1-2 ആൾക്കാരും ഒക്കെ സതീശനെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ ആയത്. ഇതിൻ്റേത് പ്രശ്നം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. സതീശനെ പറ്റി ഒരു വാർത്ത വന്നാൽ സുധാകരൻ ക്യാമ്പ് നിഷേധിക്കില്ല, നിഷേധക്കുറിപ്പ് ഇറക്കില്ല. സുധാകരനെ കുറിച്ചൊരു വാർത്ത വന്നാൽ സതീശൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവർ നിഷേധക്കുറിപ്പ് ഇറക്കില്ല. അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകൾ പ്രചരിക്കും. കോൺഗ്രസിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരയാകും. ഈ പാരകളെല്ലാം ഇവർ സ്വയം പണിയുന്നതാണ്. ഇവർക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം. ഇവർ എല്ലാവരും അടുത്ത തവണ മുഖ്യമന്ത്രിക്ക് ഭയം തുന്നിച്ചു വെച്ചിരിക്കുകയാണ്. സുധാകരൻ ഇപ്പോഴും ഒരംഗത്തിന് ബാല്യമുണ്ടെന്നാണ് അദ്ദേഹം കരുതുന്നത്. സതീശന് വളരെ ജൂനിയറായിട്ടുള്ള അദ്ദേഹത്തിന് ഈ പദവിയൊക്കെ കിട്ടി. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഞാനാണ് എല്ലാം ഈ പാർട്ടിയെ മുഴുവൻ ചലിപ്പിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കിട്ടണം. എന്നാൽ ചെന്നിത്തലയ്ക്ക് ഇനിയും ആഗ്രഹമുണ്ട്. മറ്റ് പലർക്കും വേണുഗോപാൽ ദില്ലിയിലിരുന്ന് അദ്ദേഹം വിചാരിക്കുന്നത് ഇവിടെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ കീഴിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. അങ്ങനെയുള്ള ഈ ആഗ്രഹമുണ്ട്, വി ഡി സതീശൻ ആഗ്രഹമുണ്ട്. പക്ഷെ ശശി തരൂർ വന്നിറങ്ങിയപ്പോൾ ഏറ്റവും അരക്ഷിതാവസ്ഥയിൽ പ്രതികരിച്ചത് ആരാണ്? ചെന്നിത്തലയാണോ? KC വേണുഗോപാലാണോ? ആരായിരുന്നു? അല്ല, അത് സതീശൻ ഇപ്പോൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ നിയമസഭയിലെ പ്രകടനം കൊണ്ടും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ടോ ആ പദവി അദ്ദേഹത്തിലേക്ക് വന്നു ചേരുമെന്നാണ്. കാരണം വേണുഗോപാൽ ഇങ്ങോട്ട് വരില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ശശി തരൂർ വന്ന് 4 പരിപാടികളിൽ പങ്കെടുക്കുക, പ്രബലമായ സമുദായങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക, ആ സമയത്ത് അരക്ഷിതനായ ആളാരാണ്? അത് സതീശൻ തന്നെയാണ്. ആണല്ലോ. അതിന് കാരണമുണ്ട്. അല്ല, ഇതാണെന്നേ പ്രശ്നം. ഇതിനോട് ചേർത്താണ് ഈ പുതുപ്പള്ളിയിലെ വാർത്താ സമ്മേളനം കാണേണ്ടത്. അല്ല, ഇതുമായി ബന്ധപ്പെട്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് മൈക്ക് കിട്ടാതെ പോകുന്ന സാഹചര്യം കാണേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ, എനിക്കറിയില്ല, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട പ്രതികരണത്തെ കാണേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം പാലക്കാടോ കാസർഗോഡോ മറ്റോ പോയപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് DCC അധ്യക്ഷൻ വരാൻ വൈകിയെന്നോ അതോ തൊട്ട് മുകളിലത്തെ നിലയിലായിരുന്നെന്നോ അതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം. എന്തിനേറെ ശ്രീ കൊച്ചുകുടി, KPCC ആസ്ഥാനത്ത് പാർട്ടി യോഗത്തിന് സതീശൻ എത്തുമ്പോഴുള്ള ദൃശ്യങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ ഉണ്ടല്ലോ. അത് നോക്കിയാൽ മതി. അദ്ദേഹത്തോട് സംസാരിക്കാൻ വരുന്നവരോടുള്ള സതീശൻ്റെ ശരീരഭാഷ അത് എത്രമാത്രം വിനയത്തോടെയാണ്, എത്രമാത്രം സൗഹാർദ്ദത്തോടെയാണ് ഉള്ളത്, അതോ എത്രമാത്രം ധാർഷ്ട്യത്തോടെയാണ്? കണക്ക് കൂട്ടി തൂക്കം ഒപ്പിച്ച് നോക്കിയാൽ അങ്ങേക്ക് തന്നെ അത് മനസ്സിലാവും. അങ്ങ് തുടർന്നോളൂ.
അല്ല, സതീശന്റെ പല പ്രശ്നങ്ങളും ഇപ്പോൾ പുതുപ്പള്ളിയിൽ അദ്ദേഹം ലഡ്ഡു നിഷേധിക്കുന്നു, പൊന്നാട വലിച്ചെറിയുന്നു, മൈക്കുകൾ മാറ്റുന്നു, അതൊക്കെ എല്ലാവരും ക്യാമറയിൽ കൂടെ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഘോരഘോരം പ്രസംഗിക്കുന്ന, പിണറായിക്കെതിരെ പ്രസംഗിക്കുന്നത് സ്വയം അദ്ദേഹത്തിനും ബാധകമാണ് എന്ന് അദ്ദേഹം ഒരു വേള ചിന്തിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം അദ്ദേഹം വിനയാന്വിതനായിട്ടൊക്കെ പത്രക്കാരുടെ മുന്നിൽ വന്നു. പക്ഷേ ശശി തരൂർ വരുമ്പോൾ അദ്ദേഹം ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം ശശി തരൂറുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഒരു അശുവാണെന്ന് അദ്ദേഹത്തിന് സ്വയം ബോധ്യമുള്ളത് നമ്മളെക്കാൾ കഴിവുള്ള ഒരാൾ അപ്പുറത്ത് വരുമ്പോൾ നമുക്ക് ഇൻസെക്യൂരിറ്റി തോന്നും. അത് മനുഷ്യ സഹജമാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഈ ആഗ്രഹങ്ങളുണ്ടല്ലോ, മുഖ്യമന്ത്രിമാരാകണം എന്നുള്ള, മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഈ ആഗ്രഹമാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. കോൺഗ്രസിനെ പക്ഷേ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നാലാണല്ലോ, ചുവരുണ്ടെങ്കിലല്ലേ ചിത്രമുള്ളൂ. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ ശ്രീ കൊച്ചുകൂടി. അല്ല, ഇത്രയും അനാരോഗ്യവാനാണ് ഈ പ്രസിഡന്റ് എങ്കിൽ പാർട്ടിക്ക് ആരോഗ്യമുണ്ടല്ലോ, പാർട്ടി ആരോഗ്യകരമായ ഒരു ഇടപെടൽ നടത്തേണ്ടതല്ലേ? ചോദ്യം 1. ചോദ്യം 2, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിയുന്നത് വരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിയുന്നത് വരെ ആയിരുന്നല്ലോ ഹസന് ചുമതല. അതിന്റെ നാൾ വഴി കൃത്യമായി പരിശോധിച്ചല്ലോ സുധാകരൻ. വോട്ടെടുപ്പ് കഴിയുന്ന അന്ന് വരെയാണ്, അതല്ലാതെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ 4 വരെ അല്ല എന്ന് കൃത്യമായി പറഞ്ഞ് അത് തിരികെ വാങ്ങാൻ ശ്രമിച്ചല്ലോ. ആ ഘട്ടത്തിൽ അത് വേണമെങ്കിൽ നിഷേധിക്കാമായിരുന്നല്ലോ. ഇനി സുധാകരൻ്റെ ഒരു പ്രതികരണവും നാം മറന്നുകൂടാ. തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം കോഴിക്കോട്ടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കെ മുരളീധരൻ. കെ സുധാകരനോട് ആ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങൾ ചോദിക്കേണ്ട, അനനയിപ്പിക്കാൻ പോകുമോ, വീട്ടിൽ പോകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതിൽ ഒരു ചോദ്യമായി വന്നത്, നിങ്ങൾ ഈ പറയുന്ന KPCC അധ്യക്ഷ സ്ഥാനം കെ മുരളീധരൻ വരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞ മറുപടി എന്താണ്? എനിക്കത് കൈമാറാൻ ഒരു മടിയുമില്ല എന്നാണ്. കെ മുരളീധരൻ്റെ അതിനോടുള്ള പ്രതികരണം എന്തായിരുന്നു? സുധാകരൻ തുടരട്ടെ എന്ന് തന്നെയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണവും നാം കാണുന്നുണ്ട്. ചിലർ കിട്ടിയതും കിട്ടാനിരിക്കുന്നതും മുറുകെ പിടിക്കാൻ നോക്കുന്നു, ചിലർ വിട്ടുകൊടുക്കാമെന്ന് പറയുന്നു. അത് എത്രമാത്രം തുറന്നാണോ അല്ലയോ, എന്തായാലും അത് നമ്മുടെ പൊതുമധ്യത്തിലുണ്ട്. അങ്ങ് പറയൂ. അപ്പൊ അതുകൊണ്ട് പഴകുളം മധു എന്ന് പറയുന്ന കുഴപ്പക്കാരനെ കണ്ടെത്തുമ്പോൾ പഴകുളം മധു എന്ന് പറയുന്ന കുഴപ്പക്കാരനെ കണ്ടെത്തുമ്പോൾ പഴകുളം മധു മാത്രമല്ല കുഴപ്പക്കാരൻ. പഴകുളം മധുവിനെ ഒരു താല്പര്യമാണ് നയിക്കുന്നത് എങ്കിൽ അത് പാർട്ടി ബന്ധുവല്ല എന്ന് പറയുന്ന ആളുകളെ നയിക്കുന്ന വികാരം എന്താണ് എന്നതും പരിശോധിക്കപ്പെടും. അല്ല, ഇപ്പൊ ഈ സതീശൻ ഗ്രൂപ്പ് ആണെങ്കിൽ പഴകുളം മധുവിൻ്റെ VM ലിജുവിൻ്റെ ഒക്കെ പേരുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലരോടും സംസാരിച്ചു, പല ഗ്രൂപ്പ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറയാത്തൊരു കാര്യം, അതായത് ഈ കോൺഗ്രസിൻ്റെ ഈ നേതാക്കളെല്ലാം ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പകല് സതീശൻ ഗ്രൂപ്പാണെങ്കിൽ രാത്രിയാകുമ്പോൾ അവർ ചെന്നിത്തലയുടെ കൂടെ പോകും, അല്ലെങ്കിൽ മാറും. ഇങ്ങനെ ഓരോ ആരുടെ കയ്യിലാണ് അധികാരം എന്ന രീതിയിൽ ഇവർ രാത്രി തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും വിശ്വസ്തരായി പ്രവർത്തിക്കുന്നവർ നാളെ മറ്റൊരാളുടെ ഗ്രൂപ്പിലാണ് പോകുന്നത്. സുധാകരന് ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഈ സ്ഥാനം ഏതെങ്കിലും ഘട്ടത്തിൽ നഷ്ടമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ചേലക്കരയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അദ്ദേഹത്തെ മാറ്റാൻ തന്നെയാണ് സാധ്യത. ഇപ്പൊ കെ മുരളീധരൻ ആ സ്ഥാനത്തേക്ക് വന്നാൽ ഈ രൂപത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതുന്ന ഒരു സതീശൻ വിരുദ്ധ വിഭാഗമുണ്ടോ? അങ്ങനെയുണ്ടോ? അതായത് ഇപ്പോൾ സുധാകരനെ ഇളക്കി പ്രതിഷ്ഠിക്കേണ്ടതില്ല, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന താല്പര്യമുണ്ടോ? അതിന്റെ ഭാഗമായാണോ സുധാകരൻ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന ഒരു പിടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പിടി കോൺഗ്രസ് നേതാക്കന്മാരുടെ നീക്കത്തിന്റെ പിന്നിലെ താല്പര്യം? അല്ല, ഇപ്പൊ സുധാകരനെ മാറ്റി ഒരു ദുർബലനായ, ഇപ്പൊ സുധാകരനെ മാറ്റിയാൽ ആരെ വെക്കുമെന്ന ചോദ്യമുണ്ട്. മുരളീധരൻ എന്തായാലും ആകില്ല. കാരണം അദ്ദേഹത്തെ തോൽപ്പിച്ച TN പ്രതാപനാണ് വർക്കിംഗ് പ്രസിഡന്റ്. അപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപന്റെ കൂടെ അദ്ദേഹം KPCC അധ്യക്ഷനാകാൻ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പിന്നെ ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പോൾ KC ജോസഫിനെ പോലെയൊക്കെയുള്ള മുതിർന്ന നേതാക്കൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ദുർബലനായിട്ടുള്ള ഒരു നേതാവിനെയാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സതീശനും വേണുഗോപാലും സമ്മതിക്കുകയുള്ളൂ. അത് എല്ലാവരും മനസ്സിലാക്കണം. അതായത് ഈ സ്ഥാനത്ത് സുധാകരൻ്റെ അത്രയും പൊക്കമുള്ള, ആരോഗ്യവാനായ സുധാകരനൊപ്പം തലപ്പൊക്കമുള്ള ഒരു നേതാവ്, അതിപ്പോൾ കെ മുരളീധരനാകാം, അങ്ങനെ ഒരു നേതാവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സതീശനായാലും വേണുഗോപാലായാലും സമ്മതിക്കില്ല. കാണാൻ കഴിയുന്ന ഒരു കാര്യം, KPCC എന്ന് പറയുന്ന സംവിധാനം കാര്യക്ഷമമല്ല, KPCC പ്രസിഡന്റ് കാര്യക്ഷമമല്ല. അപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന AI-യിലൂടെ, നിർമ്മിത ബുദ്ധിയിലൂടെയാണ് ഇനി കേരളത്തിലെ KPCC പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളിലൊക്കെ ഇരിക്കുന്ന സംവിധാനങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെയാണോ കരുതേണ്ടത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗവും പ്രയോജനവും ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഒരുപക്ഷെ VD സതീശൻ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം. അതിൻ്റെ വഴിയെ പോട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ പറയുന്ന KPCC പ്രസിഡന്റ് കെ സുധാകരനെ
പിന്നെ കൗണ്ടിങ്ങിന് മുമ്പ് ഒരു കാരണവശാലും അത് കഴിഞ്ഞിട്ടും തൽക്കാലത്തേക്ക് അദ്ദേഹത്തിനെ മാറ്റി നിർത്തണമെന്ന് ഇതേ ആൾക്കാർ തന്നെ നിവേദനം കൊടുത്തു രഹസ്യമായിട്ട് AICC അത് മാധ്യമങ്ങൾ 24/7 റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ എന്തുകൊണ്ടാണ് റീഇൻസ്റ്റേറ്റ് ചെയ്തത്? അങ്ങനെയാണെന്നുകൊണ്ട് എന്തുകൊണ്ട് ഈ ദുർബലനായ KPCC പ്രസിഡന്റ് ഇവർ മാറ്റുന്നില്ല? AICC അതിന് തയ്യാറാകുന്നില്ല. നേരത്തെ ആനന്ദ ഉച്ചയോട് പറഞ്ഞൊരു നിരീക്ഷണം വളരെ കൃത്യമല്ലേ? 4 പേരാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട്. മുരളീധരനെ ആരാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത്? ജീവത്യാഗം അല്ല, അദ്ദേഹത്തിനെ കൊലയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചത് ആരാ? ആ 86,000-ഓളം വോട്ട് 2019 വോട്ട് എങ്ങോട്ട് പോയി? അതെ, പോയത് എങ്ങോട്ടാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവിടെ TN പ്രതാപനെതിരെ അവിടെ തമ്മിലടി നടന്നു 3 മണിക്കൂർ ലൈവായിട്ട് എല്ലാ മാധ്യമങ്ങളും ലൈവ് കാണിച്ചു. DCC-യിൽ അന്ന് അവിടെ ഉന്നയിച്ച 3 പേര് ആരാ? ഒന്ന് DCC പ്രസിഡന്റ്, അയാളെ പുറത്താക്കി. ഒന്നാം സ്ഥാനത്ത് TN പ്രതാപൻ MLA ഒരുപാട് പോസ്റ്റേഴ്സ് ഇറക്കി കഴിഞ്ഞു. 3-ാം സ്ഥാനത്ത് അവിടെ ബഹളം വെച്ചവർ പറഞ്ഞ ഒരു വിഭാഗം ആരോപിച്ചത് VD സതീശനെതിരെയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവിന് ശേഷം ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെ ഒതുക്കിയിട്ടുണ്ട്. ആ ഒതുക്കാനായിട്ട് നിർബന്ധരായി ആ മൂലക്കിരിക്കപ്പെട്ട നേതാക്കന്മാരൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. അത് വേണുവിന് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. KC വേണുഗോപാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരൊറ്റ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നുള്ളൂ. അത് സിമ്മി റോസ്ബെൽ എന്ന് പറയും. അവർ ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ പോലും പ്രവർത്തിച്ചിട്ടുള്ള. ഇന്ന് അവരെവിടെയാ? ഇന്ന് അവരെ കുറിച്ച് വാക്ക് കേൾക്കാൻ പറ്റത്തില്ല. എറണാകുളത്ത് നിങ്ങളൊന്ന് ഒരു സർവേ എടുത്ത് നോക്കൂ. നല്ല ജനകീയ അടിത്തറയുള്ള ഒരു നേതാവാണ്. അവരെ മൂലക്കരുത്തി അവർ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിനും അതൃപ്തിയുണ്ട്. അങ്ങനെ എത്രയോ പേര്. ഇനി വേറൊരു കാര്യത്തോടെ പറയാം. VD സതീശനും ഈ കോൺക്ലേവ് കയ്യിലെടുത്ത് നാളെ മുതൽ വരുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞേ? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണ്. ഒരു മാപ്പപേക്ഷയുടെ ഫലത്തിൽ. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. മുരളീധരൻ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന സാക്ഷാൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഒരുപറ്റം നേതാക്കന്മാരും സാക്ഷാൽ KC വേണുഗോപാലും ഈ VD സതീശനെതിരായിരിക്കുന്നു. ഒരു തർക്കവും ഇല്ല. നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സാറ് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടിയില്ല. ഞങ്ങളെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞു. സാറൊന്ന് മനസ്സിലാക്കണം, സാറ് പിന്തുണച്ചോളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. 2019 ഈ അടുത്ത 25-ലും 26-ലും ആവർത്തിക്കുന്നുള്ള ഈ VD സതീശന്റെ വ്യാമോഹമാണ് ആ പാർട്ടിയിലെ ഉന്നതരായ പല നേതാക്കന്മാരെ മൂലക്കിരുത്തി എന്നുള്ളവരും. ഞാൻ നേരത്തെ ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാ അദ്ദേഹം പറഞ്ഞ. ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വളരെ മോശമായ 2 കാര്യങ്ങൾ പറയാം. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഫൗണ്ടേഷന്റെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടത്തി. ആ പരിപാടിയിൽ സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചു. അദ്ദേഹം പ്രസംഗിച്ചു. ആ തന്റെ സ്വാഗത പ്രസംഗത്തിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ അപ്പനൊരു വിഷയം, എൻ്റെ പിതാവിനൊരു വിഷയം രോഗം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കൈത്താങ്ങാൻ നിൽക്കുന്ന കുടുംബത്തോടൊപ്പം നിന്നത് സാക്ഷാൽ പിണറായി വിജയൻ സാറാണെന്ന് പറഞ്ഞു. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ നിലയ്ക്കുള്ള ഒരു മനുഷ്യനുള്ള നിലയ്ക്ക് നല്ല സംസാരിച്ചു. ചാണ്ടി ഉമ്മനെ അന്ന് മുതൽ ആക്രമിക്കുക. ചാണ്ടി ഉമ്മൻ അന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിന്റെ 1ാമത്തെ വാർഷികത്തിൽ കേരളം കണ്ണീരോടെ കേട്ടൊരു വാർത്ത ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ ദേശീയ ചെയർമാൻ സ്ഥാനം അദ്ദേഹത്തിന് എടുത്തു കളഞ്ഞ അന്ന് ആ പർട്ടിക്കുലർ ഡേയിൽ അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അവിടെ നടത്താനിരുന്ന കിഡ്നി രോഗികളുടെ സംഗമം നിർത്തിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം നിർത്തിവെച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണം വേണു കേട്ടല്ലോ, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തല്ലേ. ആ ചാണ്ടി ഉമ്മന്റെ കരഞ്ഞുകൊണ്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ അമ്മ സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടതല്ലേ. അതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ്? അവർ ശബരിനാഥിന്റെ ഭാര്യയെ ശബരിനാഥിനെയും നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ വേട്ടയാടിയത് ആരാണ്? ജി കാർത്തികൻ. ആരാണ് അദ്ദേഹത്തിന്റെ മകനായ ശബരിനാഥ്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കോലാഹലം ഉണ്ടാക്കിയത്? അതിന്റെ എല്ലാം പിന്നിൽ ആരാണ്? കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവാ. ആ നേതാവ് തന്നെയാണ് ഈ പറയുന്ന കേരളത്തിലെ സമുന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ വ്യക്തിഗതിക്ക് പാത്രമാക്കിക്കൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്റെ അനുയായികളെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ വേണു ശ്രദ്ധിച്ചു കാണുമല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിൽ അത്യാവശ്യം ആളുകൾ കാണുന്ന എന്ന് വിശ്വസിക്കുന്ന ഒരു 6-7 ഓൺലൈൻ വീഡിയോ ചാനലിലൂടെ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ല, അദ്ദേഹം കേരളത്തിലേക്ക് വരത്തില്ല, VD സതീശനായിരിക്കും എന്ന് പറഞ്ഞു തെറ്റിദ്ധാരണ വരുത്തിയതിന്റെ പിന്നിലാരാ? അതൊക്കെ പെയ്ഡ് ചാനലുകളല്ലേ. അതൊക്കെ പിന്നിലാരാ? അതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനെ പോലുള്ള നേതാക്കന്മാര്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇദ്ദേഹത്തിന്റെ കോൺക്ലേവ് ഒരു കാരണവശാലും വിജയിക്കത്തില്ല. ഇവരുടെ ഈ തമ്മിലടി 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും
2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വീണ്ടും ഇടതുപക്ഷത്തിന് വൻ വിജയത്തിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ. ശരി. അത് ഇദ്ദേഹത്തിന്റെ ഈ നാടകങ്ങളൊന്നും കേരളത്തിൽ നടക്കത്തില്ല. ശരി 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 റജി ലൂക്കോസ്, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്. എൻകൗണ്ടർ പ്രൈം അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ നാരായണ നമ്പൂതിരി, ശ്രീ റജി ലൂക്കോസ് പറഞ്ഞ് അവസാനിപ്പിച്ചത് കേട്ടല്ലോ. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF-ന് വിജയം സമ്മാനിക്കുന്ന രൂപത്തിലാണ് രാഷ്ട്രീയത്തിന്റെ ഗതി പോകുന്നത് എന്ന്, പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ. അതൊരു ദിവാസ്വപ്നമല്ല. കാരണം 2019 അനുഭവമുണ്ട്. അന്ന് BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ BJP ഏറ്റവും ശക്തമായി ഉന്നയിച്ചൊരു വിഷയം, നിങ്ങൾക്ക് അടിത്തറ ഉണ്ടാക്കി തന്നൊരു വിഷയം, അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ UDF-ന് കിട്ടിയതായിരുന്നു. പക്ഷേ പിന്നീട് 2020, 2021 എന്താണ് കേരളം കണ്ടത് എന്നതും വ്യക്തമായതല്ലേ? അതിൻ്റെ ഒരു ആവർത്തനം കൂടിയാകുമോ? കോൺഗ്രസിൽ സംഭവിക്കുന്നത് മുമ്പ് നടന്നതിൻ്റെ ആവർത്തനമാണ് എങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രത്യാഘാതത്തിൻ്റെയും ആവർത്തനം ഉണ്ടാകുമോ? വേണു, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സതീശനടക്കമുള്ള ഇപ്പോഴത്തെ വർത്തമാനകാല കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് ഇത് CPM-ന്റെ B ടീമാണെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം എന്നൊക്കെ പറയുമ്പോഴും നിലവിലുണ്ടായിരുന്ന 2 സീറ്റ് നഷ്ടപ്പെട്ടു. 19 ഉണ്ടായിരുന്ന 18 പോയില്ലേ, കുറഞ്ഞില്ലേ? അപ്പം ഈ കോൺഗ്രസിന് ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേക CPM-ന്റെ അല്ലെങ്കിൽ LDF സർക്കാരിനോടുള്ള അതൃപ്തി മുഴുവൻ കോൺഗ്രസിന് വോട്ടായി മാറി എന്ന് പറയുമ്പോഴും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും കോൺഗ്രസിന്റെ വലിയ ഭൂരിപക്ഷം 16,000-ലേക്ക് താന്നു. അല്ലെങ്കിൽ ആറ്റിങ്ങൽ അത് 5,000 അടുത്തേക്ക് എത്തി, 10,000-ൽ താഴെയായി. ഇപ്പൊ കോൺഗ്രസിന്റെ കാലടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ പാലക്കാട് 3,800 ചില്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ ഷാഫിക്ക്. ഒരു സെക്കൻഡ് ശ്രീ നാരായണ നമ്പൂതിരി, അവിടെ എന്താകും? പാലക്കാട് BJP ജയിക്കും ഇത്തവണ, അതിനെന്താ സംശയം? അല്ല, അങ്ങനെ പറയാതെ, അത് അങ്ങയുടെ ആഗ്രഹം. ഇത്തവണ BJP ജയിക്കാൻ പോകുന്നു. കേരള അസംബ്ലിയിലും BJP-ക്ക് ഒരു അംഗം ഉണ്ടാകാൻ പോകുന്നു. നോക്കൂ, പാലക്കാട് ശ്രീകണ്ഠനായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏതർത്ഥത്തിലാണ് കോൺഗ്രസ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്? അവിടെ ജയിച്ചുകൊണ്ട് CPM-ന്റെ വോട്ട് കോൺഗ്രസിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു BJP തോൽപ്പിക്കാൻ വേണ്ടി. ഇത്തവണയും CPM അത് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. CPM-ന്റെ വോട്ട് പിടിച്ചാൽ, CPM അണികൾ CPM-ന് വോട്ട് ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് BJP. ശ്രീകുമാർ അവസാനമായി ഈ വയനാട്ടിൽ നിന്ന് VD സതീശന് കൊടുത്ത തീരുമാനത്തിന്റെ ദൂരം കുറയ്ക്കാൻ ഈ പറയുന്ന ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രീ നാരായണ നമ്പൂതിരി പറഞ്ഞു കേട്ടില്ലേ, തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു ആകസ്മികതയായിരിക്കില്ല, അത് പാലക്കാടിന് സംഭവിക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ് എന്നാണ്. അതെങ്കിലും നിങ്ങൾ വയനാട്ടിലോ അതല്ല വേറെ എവിടെയെങ്കിലുമോ ഇരുന്ന് ആലോചിക്കുമോ? വേണു, നോക്കൂ, BJP രാഷ്ട്രീയമായ മത്സരത്തെ 3 സ്ഥലത്ത് ഒരു തോറ്റ് തുന്നം പാടി. പത്തനംതിട്ട, ആറ്റിങ്ങൽ, തിരുവനന്തപുരം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് ജയിച്ചത്, BJP അല്ല. സ്ഥാനാർത്ഥിയും ചിഹ്നമൊക്കെ അല്ല, ചിഹ്നം BJP-യുടെ താമരയാണെന്നുള്ള ശരിയാ. പക്ഷേ സുരേഷ് ഗോപിയാണ് ജയിച്ചത്. അത് BJP-ക്കാരും ഒഴിച്ച് ബാക്കി എല്ലാവരും പറയും, BJP-ക്കാർ രഹസ്യമായിട്ടും പറയും. സുരേഷ് ഗോപിയുടെ ജയം കണ്ടിട്ട് ശ്രീ നാരായണൻ നമ്പൂരി, താങ്കൾ സ്വപ്നങ്ങൾ ഉണ്ടാക്കല്ലേ? താങ്കൾ ഡൽഹിയിൽ താങ്കളുടെ നേതാവ് ദുർബലനായി വന്നു കഴിഞ്ഞത് മനസ്സിലാക്കുന്നില്ലേ? പഴയ മോദി ഗ്യാരണ്ടിയിൽ ഇങ്ങനെ അഭിനമിച്ചിരിക്കരുത്. കാലം മാറിപ്പോയി. അല്ല, കാലം മാറിപ്പോയി. ഇവിടെ റെജി ലൂക്കോസിനൊക്കെ സ്വപ്നം കാണാം. ഇവിടെ ജനങ്ങൾ അജണ്ട തീരുമാനിച്ചില്ലേ? വേണു, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ INC കോൺഗ്രസിന്റെ മുന്നൊരുക്കങ്ങൾ ജനങ്ങളെ കണ്ടുകൊണ്ടാണ്. അവിടെയാണ് ഈ സംഘടനാപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ കോൺഗ്രസിന് വേവലാതിപ്പെടുന്നത് പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ നാരായണ നമ്പൂരി, റെജി ലൂക്കോസും ഒക്കെ ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് കുഴപ്പമില്ല, അവരുടെ രാഷ്ട്രീയം അതാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് ജയിച്ചത് BJP അല്ലല്ലോ. CPM അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ജയം BJP-യുടെ ജയമാണെന്ന്. പക്ഷേ സുരേഷ് ഗോപി അതിനുശേഷം പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഈ ചർച്ചയുടെ സമയം മുഴുവൻ അവസാനിച്ചുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ദയവായി സഹകരിക്കുക. എന്തായാലും VD സതീശൻ നാളെ മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ മിഷൻ തുടങ്ങുകയാണ്. മറുപക്ഷത്തിന്റെ മിഷൻ എന്താകും എന്നത് നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു. ഇനി വാർത്താമഴയുമായി SB ജയകുമാർ.